നമ്മൾ സഭ എന്ന വിഷയത്തെക്കുറിച്ച്, സഭ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ത്യകാലത്ത് ഒത്തിരി ഹ്യൂമൻ ഫിലോസഫീസ്, അതായത് ദൈവവുമായി ബന്ധമില്ലാത്ത തത്വശാസ്ത്രങ്ങൾ ലോകമെമ്പാടും ആധിപത്യം ഉറപ്പിക്കുന്ന ഒരു സമയത്ത് ഒരു ശക്തമായ ഒരു വോയിസ് ആയിട്ട്, ഒരു ശബ്ദമായിട്ട് ദൈവത്തിന്റെ സഭയ്ക്ക് നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം, അതുപോലെ നമ്മുടെ തന്നെ കുട്ടികളെ പോലും കൺവിൻസ് ചെയ്യാൻ പറ്റാത്ത, വിശ്വാസത്തെക്കുറിച്ച് കൺവിൻസ് ചെയ്യാൻ പറ്റാത്ത, ഉറപ്പ് കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിന്ന് ദൈവം പണിയുന്ന സഭകളായി എങ്ങനെയാണ് നമ്മൾ രൂപാന്തരപ്പെടേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വേദപുസ്തകം പറയുന്ന ചില കാഴ്ചകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. അതേസമയത്ത് എനിക്കും നിങ്ങൾക്കും എല്ലാം അറിയാവുന്നതുപോലെ ഒരു ഇൻഫ്രാസ്ട്രക്ചറിനെയും ഒരു സിസ്റ്റത്തെയും മാറ്റുക എന്ന് പറയുന്നത് എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സഭാചരിത്രത്തിൽ മുഴുവൻ നോക്കുമ്പോഴും സഭകൾ, പുതിയ പുതിയ സഭകൾ ഉണ്ടാകുമ്പോഴും പഴയതൊരിക്കലും നന്നാകുന്നില്ല എന്നുള്ള ഒരു ദയനീയമായ ഒരു അവസ്ഥയുള്ളത്. മാർട്ടിൻ ലൂതർ വന്നു, കത്തോലിക്കരോട് സംസാരിച്ചു, കത്തോലിക്കർ നന്നായില്ല. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ബാപ്റ്റിസ്റ്റുകാർ വന്നു, ലൂതറിനോട് സംസാരിച്ചു, അവർ നന്നായില്ല. ഇത് ആ ചർച്ച അങ്ങനെ തന്നെയാണ്. കാരണം വ്യവസ്ഥയെ മാറ്റാൻ ആരെ കൊണ്ട് സാധിക്കില്ല. വ്യവസ്ഥിതമായി മനുഷ്യ വ്യവസ്ഥകളാൽ നമ്മൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം പ്രാപിക്കാൻ വളരെ പ്രയാസമാണ്. പെന്തക്കോസ് സഭയുടെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെൽ ഡിഫൈൻഡ് സ്ട്രക്ചർ വേണമെന്ന് നിർബന്ധമില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇനിയും റീഫോംഡ്, അതായത് ഇനിയും രൂപാന്തരം വരുവാൻ സാധ്യതയുള്ളത്. നമ്മൾ ഈ മാനസികമായ ഒരു സ്ട്രക്ചറിനകത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പലതും പ്രാക്ടീസ് ചെയ്യാൻ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ ഇത് ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് എല്ലാവരും മാറും എന്നുള്ളൊരു ഉദ്ദേശത്തിലല്ല. നമ്മുടെ മുമ്പിൽ എന്താണ് യഥാർത്ഥത്തിൽ ഒരു ചർച്ച് എന്ന് വേദപുസ്തകം എങ്ങനെയാണ് ഇതിനെ കാണുന്നതെന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു സഭ ശരിക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ, പൂർണ്ണമായ അതിന്റെ ചുമതലകൾ നിറവേറ്റണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ദുഷിച്ച നാട്ടിൽ, ദുഷിച്ച സംസ്കാരങ്ങളുടെ നടുവിൽ ഒരു നല്ല സാക്ഷ്യം വഹിക്കണമെങ്കിൽ, അത് തീർച്ചയായിട്ടും സഭ അതിൻ്റെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, എങ്ങനെയാണ് കർത്താവ് വിഭാവനം ചെയ്ത ഒരു സഭ ഒരു പവർഫുൾ ഫോഴ്സ് ആയിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ദ പവർ ഓഫ് ദ ചർച്ച്, അത് ഭയങ്കര പ്രധാനമാണ്. ഒരു ചർച്ചിന് ഭയങ്കരമായ ശക്തിയുണ്ട്. ആ ശക്തി കെട്ടാനും അഴിക്കാനുമുള്ള ശക്തി. ഇവിടെ കെട്ടുന്ന എല്ലാ സ്വർഗത്തിൽ കെട്ടപ്പെടാൻ, ഇവിടെ അഴിക്കുന്ന എല്ലാ സ്വർഗത്തിൽ അഴിക്കപ്പെടുന്ന രീതിയിൽ ഡിസിപ്ലിൻ എൻഫോഴ്സ് ചെയ്യാനുള്ള ശക്തി. അതുപോലെ തന്നെ ദൈവത്തെ എല്ലാറ്റിലും മഹത്വപ്പെടുത്തുവാൻ, കർത്താവ് തലയായിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഈ ദേശത്തും നമ്മുടെ ചുറ്റുപാടും എല്ലാം കർത്താവിനെ സാക്ഷിക്കുവാനുള്ള അധികാരം, ഇത് ദൈവത്തിന്റെ ശബ്ദമായി ലോകത്ത് സംസാരിക്കാനുള്ള അധികാരമുള്ള സംഘമാണ് സഭ എന്ന് പറയുന്നത്. സഭയുടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ചർച്ച് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കൃപാവരങ്ങളാൽ പണിയപ്പെടേണ്ടതും വേദോപദേശങ്ങളാൽ അടിസ്ഥാനമിടേണ്ടതുമാണ്. അവിടെ എവിടെയെങ്കിലും പാളിച്ചകൾ വരുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് മനുഷ്യന്റെ ആഘോഷമായിട്ട് ഇത് മാറുന്നുള്ളതാണ്. ഞാൻ ആദ്യം ഇത് തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ഏറ്റവും വലിയ ശത്രു സാത്താനല്ല, മനുഷ്യനാണ്. അതിന്റെ കാരണം സാത്താനെ അനുസരിപ്പിക്കാൻ ദൈവത്തിന് ഒരു പ്രയാസവുമില്ല എന്നുള്ളതാണ്. സാത്താനെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കാനും ദൈവത്തിന് പ്രയാസമില്ല. എന്നാൽ മനുഷ്യനെ അനുസരിപ്പിക്കാനാണ് ദൈവത്തിന് പ്രയാസം. മനുഷ്യന് ദൈവത്തിന് എതിര് നിൽക്കുന്ന ഒരു മൈൻഡുണ്ട്. സാത്താൻ ദൈവത്തിനെതിരെ നിൽക്കാനുള്ളൊരു സ്ഥിതിയിലല്ല ഉള്ളത്. അവൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് ഇങ്ങോട്ട് വന്നേ പറ്റൂ, പോകാൻ പറഞ്ഞാൽ പോയേ പറ്റൂ, എല്ലാ കൽപ്പനകളും അവനെ അനുസരിച്ചേ പറ്റൂ. എല്ലാ കൽപ്പനകൾ എന്ന് പറഞ്ഞാൽ മോറൽ കമാൻഡ്മെന്റ്സ് അല്ല, ദൈവം അവനോട് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഒരു തലമുടി നാര് പോലും കൊഴിക്കാനുള്ള ശക്തി സാത്താനില്ല. അത് ദൈവത്തിന്റെ പെർമിഷൻ വേണം. പിതാവിന്റെ അനുവാദമില്ലാതെ ഒരു തലമുടി നാര് പോലും താഴെ വീഴുന്നില്ല. അല്ല, ഇന്ന് പ്രവാചകന്മാർ പറയുന്ന പോലെ അവൻ നമ്മളെ തോന്നിയ പോലെ ഇട്ട് തട്ടുമൊന്നുമല്ല. അങ്ങനെയൊന്നും ഒരിക്കലും സാത്താനെ കൊണ്ട് സാധിക്കില്ല. we are ascribing power to him which is not there actually. അവൻ ഇല്ലാത്ത ശക്തിയാണ് നമ്മളിങ്ങനെ ആരോപിക്കുന്നത്. പക്ഷെ മനുഷ്യനാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ ശത്രു. എന്തുകൊണ്ടാണ് മനുഷ്യൻ ഏറ്റവും വലിയ ശത്രു ആയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവനൊരു ഒരു വില്ലുണ്ട്. ആ വില്ലെന്ന് പറയുന്നത് ദൈവത്തിന്റെ സദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ടാണ് ഉണ്ടായത്. പക്ഷെ അത് ട്വിസ്റ്റഡ് വില്ലാണ്. പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ വില്ലിന് ദൈവത്തിന്റെ ഹിതം കാണാൻ പറ്റാത്ത, ദൈവത്തിന് ശത്രുത്വമുള്ള ഒരു വില്ല്, WILL,
ഒരു മനുഷ്യനുണ്ട്. ഈ വില്ല് എപ്പോഴും ദൈവത്തിനെതിരെ അവനവനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു വില്ല്, തന്നെത്താൻ മഹത്വപ്പെടുന്ന, അല്ലെ തന്നെ തന്നെ ദൈവമാക്കുന്ന, ദൈവം എന്ന് വിളിക്കില്ല കേട്ടോ, ഹംബിൾനെസ്, പ്രിറ്റൻഷൻ ഓഫ് ഹംബിൾനെസ് കാരണം. പക്ഷെ ദൈവത്തെ പോലെ തന്നെത്താൻ ഉയർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിനെതിരായിട്ടുള്ള ഒരു വില്ല്, ഒരു മൈൻഡ് എല്ലാ മനുഷ്യനും ഉണ്ട്. അത് സാത്താന് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷെ സാത്താൻ നിസ്സഹായനായതുകൊണ്ട്, കാരണം സാത്താൻ ദൈവത്തിന്റെ സ്വരൂപവും സദൃശവും ഇല്ലാത്തതുകൊണ്ട് സാത്താൻ മനുഷ്യനെയാണ് ഉപയോഗിക്കുന്നത്. മനുഷ്യനെ തന്ത്രപൂർവം ദൈവത്തിനെതിരെ തിരിച്ചുവിടുകയാണ് സാത്താൻ ചെയ്യുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഏദൻ തോട്ടത്തിൽ വെച്ച് സാത്താൻ ഹവ്വയോട് പറയുന്നത്, നീ ദൈവത്തെ പോലെ ആകുമെന്ന്. ഞാൻ ദൈവത്തെ പോലെ ആകുന്നല്ല, സാത്താൻ ദൈവത്തെ പോലെ ആകാം, നിങ്ങൾ എല്ലാവരും എന്നെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് നമസ്കരിച്ചാൽ മതി എന്നൊന്നും അല്ല സാത്താൻ പറയുന്നത്. സാത്താൻ പറയുന്നത് നിങ്ങൾ ദൈവത്തെ പോലെ ആകും. അപ്പോ നമ്മളെ ദൈവത്തെ പോലെ ആക്കാൻ വേണ്ടി പാടുപെടുന്ന ഒരാളാണ് സാത്താൻ. അതാണ് അതിനകത്ത് തമാശ. അതായത് ഗ്ലോറി, മഹത്വം നമുക്ക് വരാൻ വേണ്ടിയാണ് സാത്താൻ കഷ്ടപ്പെടുന്നത്. അവനെ സംബന്ധിച്ച് ദൈവത്തിന് ഇത് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇനി മുമ്പോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്ന ചില വാക്യങ്ങൾ, പത്രോസിനോട് കർത്താവ് പറയാണ്, ശിമോനെ നീ എന്നെ, സാത്താനെ എന്നെ വിട്ടുപോ, നീ ദൈവത്തിനുള്ളതല്ല മനുഷ്യർക്കുള്ളതത്രേ കരുതുന്നത്. അപ്പൊ മനുഷ്യർക്കുള്ളത് കരുതിയാൽ പത്രോസ് സാത്താനായി. പിശാചിനുള്ളതൊന്നും കരുതണ്ട. കർത്താവ് സാത്താനെ എന്ന് പത്രോസിനെ വിളിക്കാനുള്ള കാരണം പിശാചിനുള്ളത് കരുതിയതുകൊണ്ടോ യേശുക്രിസ്തുവിനെ തള്ളി പറഞ്ഞുകൊണ്ടോ അല്ല. യേശുക്രിസ്തുവിനെ തള്ളി പറയുമ്പോൾ പത്രോസിന്റെ നിസ്സഹായാവസ്ഥയാണ് കർത്താവ് കണ്ടത്. പക്ഷെ പത്രോസ് എപ്പോഴാണ് സാത്താനായെന്നറിയോ? ദൈവത്തിനുള്ളത് ചിന്തിക്കാതെ മനുഷ്യനുള്ളത് ചിന്തിച്ചപ്പോഴാണ്. അപ്പൊ മനുഷ്യനുള്ളത് ചിന്തിക്കുന്നതാണ് സാത്താന്റെ പണി. അവന് സമ്പത്ത് കൊടുക്കുക, അവന് എല്ലാ മഹത്വവും കൊടുക്കുക, അവനെ രാജാവായിരുത്തുക, ദൈവത്തിന്റെ രാജ്യത്ത് ഒരിക്കലും മുമ്പോട്ട് വരാതിരിക്കുക. ഹ്യൂമൻ കിങ്ഡംസ് ആർ ബിൽറ്റ് അറൌണ്ട് ദി സൈറ്റനിക് ടെക്നിക്. ഇത് നമ്മളും ആഘോഷിക്കുന്ന ഒരു കാര്യമാണ്. ഈ സാത്താന്റെ പണിയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഞാൻ അങ്ങോട്ട് വരാം. അവസാനം എതിർ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന വാക്യത്തിൽ, ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ, അതൊരു മനുഷ്യന്റെ സംഖ്യ അത്രേ. ഇനി 2 നഗരങ്ങളുടെ കഥയാണ് ബൈബിൾ എന്ന് ചിലപ്പോൾ പറയാറുണ്ട്. 2 നഗരങ്ങൾ, ഒന്ന് മനുഷ്യനിർമ്മിതമായ ബാബിലോണും മറ്റൊന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ജെറുസലേം. ഈ 2 നഗരങ്ങളിലേക്കുള്ള യാത്രയാണ് നമ്മൾ കാണുന്നത്. വേദപുസ്തകത്തിൽ മുഴുവൻ ഈ 2 നഗരങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവരെ നമുക്ക് കാണാം. വലിയൊരു പങ്ക് ബാബിലോണിൽ എത്താനുള്ള സഹായത്തിന് വേണ്ടിയാണ് ദൈവത്തെ വിളിക്കുന്നത്. ദൈവം അവരെ സംബന്ധിച്ച് എരുശലേമിലേക്ക്, പുത്തൻ എരുശലേമിലേക്ക് അവരെ കൊണ്ടുപോകുന്ന ആളല്ല, ഈ ബാബിലോണിന്റെ പ്രൗഢി, അതിന്റെ മഹത്വം ആസ്വദിക്കാൻ അവരെ സഹായിക്കുന്ന ഒരാളാണ്. അപ്പൊ ഈ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം നമ്മുടെ ഉദ്ദേശം, മിക്കവാറും എല്ലാവരുടെ ഉദ്ദേശം, ഈ ബാബിലോണിന്റെ മഹത്വത്തിൽ ഞങ്ങൾക്കുള്ള പങ്ക് കിട്ടാതെ പോകരുത് എന്നാണ്. ഞങ്ങൾക്കുള്ള പങ്ക് കിട്ടാതെ പോകരുത്, ഞങ്ങളുടെ മക്കൾക്കൊന്നും ഈ ബാബിലോണിന്റെ മഹത്വം ഒട്ടും കുറയരുതേ, മനുഷ്യനിർമ്മിതമായ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് ലഭിക്കാവുന്ന എല്ലാം ഞങ്ങൾക്ക് ഊറ്റി തരണമേ കർത്താവേ, ഒരെണ്ണം പോലും മിസ്സാവരുതേ. ഇതാണ് ഈ പ്രാർത്ഥനയുടെ എസൻസ് എന്ന് പറയുന്നത്. മനുഷ്യൻ അങ്ങനെയാണ്, ഹീസ് റിബല്യസ്. അവൻ ദൈവത്തിന്റെ പദ്ധതികളോടൊരു ഇന്നർ വൈരാഗ്യമുണ്ട്. ഈ ആന്തരിക വൈരാഗ്യമാണ് ഇന്ന് നമ്മൾ, മനുഷ്യന് ദൈവത്തോടുള്ള ആന്തരികമായ വൈരാഗ്യമാണ് ഇന്ന് നമ്മൾ കാണുന്ന പല പ്രാക്ടീസ്, ഈവൻ ചർച്ചിനകത്തും പുറത്തും നടക്കുന്ന പ്രാക്ടീസുകൾ നമ്മളോട് കാണിക്കുന്നത്. മനുഷ്യ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും പറയുമായിരുന്നു. മനുഷ്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിന്ന ഒരു പ്രസ്ഥാനവും കൂടിയാണ് സഭ എന്ന് പറയുന്നത്. ഒരു പ്രസ്ഥാനം തന്നെ വിളിക്കാൻ പറ്റില്ല എങ്കിൽ പോലും നമുക്കറിയാം എത്രയോ നൂറ്റാണ്ടുകൾ. ഇനി നിങ്ങൾ അടുത്ത ആഴ്ച അത് കേൾക്കാൻ പോവാണ്, മിഷണറിമാരുടെ കോൺട്രിബ്യൂഷൻ. എത്ര നൂറ്റാണ്ടുകൾ അടിമത്തത്തിൽ കിടന്ന ജനത്തിന് ഈ അന്ധകാരത്തിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കാൻ വേണ്ടി മനുഷ്യത്വത്തിന്റെ വഴി തുറന്നവരായിരുന്നു മിഷണറിമാര്. എന്നാൽ ഇന്ന് അതേ മനുഷ്യത്വം, അതൊരു ക്രിസ്തീയ മനുഷ്യത്വമായിരുന്നു. എന്നാൽ ഇന്ന് അതേ മനുഷ്യത്വം ക്രിസ്തുവിനെതിരെ നിൽക്കുന്നത് ആ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും. നമുക്കറിയാം ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമുള്ളത് ക്രിസ്തീയ രാജ്യങ്ങളിലാണ്. മറ്റു മതങ്ങൾക്ക്, മറ്റു വിശ്വാസങ്ങൾക്കെല്ലാം ഏറ്റവും കൂടുതൽ ഇമ്മോറാലിറ്റി വളർന്നത് അവിടെ തന്നെയാണ്. അതേ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ മനുഷ്യനുണ്ട് യഥാർത്ഥ സ്വഭാവം കാണിച്ചു. മതത്തിന്റെ അടിമത്തത്തിലായിരിക്കുമ്പോൾ അവൻ അടങ്ങി ഒതുങ്ങി ജീവിക്കുമായിരുന്നു. എന്നാൽ വെൻ ഹി വാസ് ഗിവൻ ഫ്രീഡം, വാട്ട് ഹാപ്പൻഡ്? അത് മ്ലേച്ഛതയിലേക്കും ദൈവത്തിന് വിരുദ്ധമായ മ്ലേച്ഛതകളിലേക്കും, സ്വർഗ ലൈംഗികത പോലെയുള്ള പ്രകൃതിക്കും ദൈവത്തിനും സൃഷ്ടിക്കും വിരുദ്ധമായ മ്ലേച്ഛതകളിലേക്ക് മനുഷ്യന് ഒരു ലജ്ജയും ഇല്ലാതെ ആ സ്വാതന്ത്ര്യത്തെ ദുർവിനിയോഗം ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ ഈ സ്വാതന്ത്ര്യം മനുഷ്യനെ ആരാണ് അവൻ ശരിക്കുമെന്ന് വെളിപ്പെടുത്തുകയാണ്. ഹീസ് ദ എനിമി ഓഫ് ഗോഡ്.
അവൻ അങ്ങനെയാണ്, അവന്റെ സ്വഭാവം അങ്ങനെയാണ്. അവന് സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ ഹി വിൽ സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് ഗോഡ്. ഒരു മനസ്സിൽ നമ്മൾ ദൈവത്തെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു, വർഷിപ്പ് ചെയ്യുന്നൊക്കെ തോന്നുന്നു. എന്തുകൊണ്ടെന്നറിയോ? ദൈവം എന്തൊക്കെയോ തരും എന്നുള്ള പ്രതീക്ഷയിലാണ്. അത് കിട്ടാൻ വേണ്ടിയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ദൈവത്തിൽ നിന്ന് കിട്ടുവാണെങ്കിൽ പോകണ്ടല്ലോ, ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഈ വർഷിപ്പ് ചെയ്യുന്ന മൊത്തം. നമ്മൾ ആ ഒരു വിഷയം, സഭ എങ്ങനെയാണ് ഒരു ജെന്യുവിൻ ചർച്ച്, ഒരു യഥാർത്ഥ ചർച്ച് എങ്ങനെയാണ് ദൈവത്തെ വർഷിപ്പ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ദൈവം മാത്രം രാജത്വം എടുക്കുന്ന ഒരു കൂട്ടമായിട്ട്, ഒരു വേർപെട്ട കൂട്ടമായിട്ട് ഒരു സഭയ്ക്ക് മാറാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇംപ്ലിമെന്റഡ് ആകുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഇതാണ് ആ സഭയുടെ തത്വം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്ന് മാത്രമേ എന്നെ സംബന്ധിച്ച് എൻ്റെ മുമ്പിലുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ അർത്ഥത്തിലാണ് എപ്പോഴും പ്രസംഗിക്കുന്നത്. കാരണം ഇത് വ്യക്തമാക്കുക, പിന്മാറുക, ബാക്കി ഇത് എന്ത് നടക്കുന്നുള്ള ദൈവത്തിന് വിടുക. കാരണം ഒരാൾ വിത്ത് വിതയ്ക്കുന്നു, വേറെ ആൾ വെള്ളമൊഴിക്കുന്നു, പക്ഷെ വളരുമാറാക്കുന്ന ദൈവമായതുകൊണ്ട് ഞാൻ ഈ ദൈവം എപ്പോൾ വളരുമാറാക്കുന്നൊന്നും ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല. കാരണം ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിനൊന്നും ഒരു അന്തവും ഇല്ല. അങ്ങനെ ഒരു അവസ്ഥയാണ്. അപ്പം നമ്മൾ ഒരു റിയൽ ചർച്ച്, കർത്താവിൻ്റെ ആത്മാവ് കൃപയാൽ നടത്തുന്ന, അല്ലെങ്കിൽ ആത്മീക കൃപാവരങ്ങളാൽ നടത്തപ്പെടുന്ന, പ്രോപ്പർലി ഇൻസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒരു ചർച്ച്, ആ ചർച്ചിൽ എസെൻഷ്യലി വേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഒരു യഥാർത്ഥ ആരാധന ആ സഭയിൽ നിന്ന് ഉയരണം എന്നുള്ളത്. ഈ യഥാർത്ഥ ആരാധന എന്ന് ഞാൻ പറയുമ്പോൾ, സഭ എന്ന് പറയുന്ന ആശയം തന്നെ നമുക്കറിയാം. യേശു ക്രിസ്തു മരിച്ചത് അവന്റെ സഭയ്ക്ക് വേണ്ടിയാണ്. നമ്മൾ പറയുന്നത് ലോകത്തിന് മുഴുവൻ ആളുകൾക്ക് വേണ്ടിയാണെന്ന് പറയുമായിരിക്കുമെങ്കിലും എഫക്റ്റീവ് സാങ്ക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ എഫക്റ്റീവ് അറ്റോൺമെന്റ് ശരിക്കും എഫക്റ്റീവായത് വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ്. അവർ ദൈവത്തിന് മുൻകൂട്ടി അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ കർത്താവിന്റെ ക്രൂശിലെ മരണം അവന്റെ സഭ എന്ന മണവാട്ടിക്ക് വേണ്ടിയാണ് എഫെസ്യ ലേഖനം പറയുന്നത്. ഈ മണവാട്ടിക്കാണ് കർത്താവിന്റെ മരണം കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകുന്നത്. നമ്മൾ ആ മണവാട്ടി സഭയായിട്ട് വരുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ആത്മമണവാളൻ നമുക്കായി വില തന്ന് നമ്മളെ വീണ്ടെടുത്തു. അപ്പൊ ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാനം തന്നെ ഈ മണവാളന്റെ രക്തം കൊടുത്തുള്ള വീണ്ടെടുപ്പ് ശുശ്രൂഷയാണ്. അതാണ് ക്രിസ്ത്യാനിറ്റിയുടെ എസെൻസിലെ ബാക്ക്ഗ്രൗണ്ട്, അല്ലെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അതില്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി ഇല്ല. ക്രിസ്ത്യാനിറ്റി ഈസ് ഓൾ അബൌട്ട് ദാറ്റ് വൺ പേഴ്സൺ, ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലോട്ട് നമ്മൾ ക്രൈസ്റ്റ് ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ വർഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് ക്രൈസ്റ്റിലേക്കോ ദൈവത്തിലേക്കോ അല്ല, വസ്തുക്കളിലേക്കാണ്. ഉദാഹരണത്തിന്, ദൈവത്തോട് നിങ്ങൾക്ക് നന്ദി തോന്നുന്നത് ക്രിസ്തുവിനെ എനിക്ക് തന്നുകൊണ്ടല്ല, രോഗം മാറ്റി തന്നുകൊണ്ടാണ്, ജോലി തന്നതുകൊണ്ടാണ്. അപ്പൊ എൻ്റെ മുമ്പിൽ വാല്യൂ ഉള്ളത് ജോലിയാണ്. ഉദാഹരണത്തിന്, നിങ്ങളൊരു വില കൂടി ഇഞ്ചക്ഷൻ എടുക്കുന്നു. ഈ ഇഞ്ചക്ഷൻ കൊണ്ടു തരുന്ന നഴ്സിനാണോ വില, ആ ഇഞ്ചക്ഷന്റെ മരുന്നിനാണോ വില? നിങ്ങളൊന്ന് സ്വസ്ഥമായിട്ടൊന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ, നഴ്സ് ഇല്ലെങ്കിൽ മരുന്ന് എടുക്കാൻ പറ്റില്ല, അപ്പൊ നഴ്സിന് വിലയുണ്ട്. ഇഞ്ചക്ഷന്റെ മരുന്ന് അതില്ലെങ്കിൽ നേഴ്സ് വന്നിട്ടും കാര്യമില്ല, അപ്പൊ അതിന് വിലയുണ്ട്. ഇപ്പൊ ഏതിനാ വില? ഇത് മാവാണോ മാങ്ങയാണോ മൂത്തം ചോദിക്കുന്ന പോലത്തെ ഒരു ചോദ്യം പോലെ നിങ്ങൾക്ക് തോന്നാമെങ്കിലും ഒന്നും കൂടെ ആലോചിച്ചാൽ മനസ്സിലാവും, മരുന്നിന് തന്നെയാണ് വില. നേഴ്സ് വന്നില്ലെങ്കിലും മരുന്ന് കിട്ടിയാൽ നമുക്ക് മതി. ഇതുപോലെയാണ് നമുക്ക്. കാരണം എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ കുത്തി കയറ്റാന്ന് വയ്യ, ഏതെങ്കിലും സിറിഞ്ച് വെച്ച്. നേഴ്സ് ഇല്ലെങ്കിൽ നേഴ്സ് ഇല്ല പോട്ടെ, അല്ലെ നേഴ്സ് കൊണ്ടായിട്ട് മരുന്നില്ലെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? മരുന്ന് അറ്റ്ലീസ്റ്റ് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് മരുന്നുണ്ടല്ലോ എന്നെങ്കിലും പറയാലോ. ആരെങ്കിലും വഴിയെ പോകുന്നവന് ഒന്ന് സഹായിക്കാമോ, ഒന്ന് ഇഞ്ചക്ട് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ എങ്ങനെയും ശ്രമിക്കുമല്ലോ, ചത്തുപോകാണ്. അപ്പം മെഡിസിൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് കൊണ്ടുതരുന്ന ആളെക്കാളും. അപ്പൊ ദൈവമാണോ മോർ ഇമ്പോർട്ടൻറ്റ്, അതോ നിങ്ങൾക്ക് കിട്ടിയ പുതിയ വീടാണോ? കൊണ്ടുതന്ന ദൈവം സമ്മതിച്ചു, പക്ഷെ നിങ്ങളുടെ സന്തോഷം ആ വീട് കിട്ടിയില്ല. ആ വീട്ടിലേക്കാണ് ആ ഫോക്കസ്, ആ വർഷിപ്പിന്റെ ഫോക്കസ്. എൻ്റെ കർത്താവ് ഇത്രയും നല്ല ഭവനം എനിക്ക് തന്ന ദൈവമേ എന്നാണ്. സോ അവർ ലവ് ഗോസ് ഔട്ട് ടു തിങ്സ്. യോഗശാന്തിയിൽ അങ്ങനെ നമ്മൾ പാട്ടുകളെല്ലാം അതാണ്. ഞാനിത് എത്ര പറഞ്ഞാലും ഇതിങ്ങനെ തന്നെ ആവുള്ളൂ. അത് ഒരു ടൈമാണ്, ഒരു ഉണർവിന്റെ ടൈം വരുമ്പോഴേ ഇതൊക്കെ മാറുള്ളൂ. ഞാനൊരു ചർച്ച ഇന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവർ പറഞ്ഞു, പാസ്റ്ററെ, ഞങ്ങൾ ഇവിടെ എല്ലാ സുശേഷം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇതൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ കർത്താവിന്റെ ആത്മാവിന്റെ ഒരു കാറ്റടിക്കാതെ ഇതൊന്നും ഞങ്ങൾക്ക് പരിജ്ഞാനമായി വരികയില്ലെന്നും ഇത് പിന്നെയും മനുഷ്യന്റെ സ്വഭാവം തന്നെ ഞങ്ങൾ കാണിക്കുള്ളൂ എന്നാണ് ഞങ്ങളിപ്പോൾ ഭയപ്പെടുന്ന ഒരു ചർച്ച എന്നോട് പറഞ്ഞതാണ്, തുറന്നു പറഞ്ഞത്. ശരിയാണത്, കറക്റ്റാണ്.
നമുക്ക് കർത്താവിനെ ലഭിച്ചു. എത്ര ഭയങ്കര അത്ഭുതം! അത് മരിച്ചാലും തീരില്ല. ഇത് മരിച്ചാൽ തീരും. ഇപ്പൊ എനിക്ക് കിട്ടിയ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ പതുക്കെ അത് കുറഞ്ഞു പോകും. ഇപ്പൊ നമ്മൾ പലപ്പോഴും പറയും, എനിക്ക് ആരോഗ്യം തന്ന ദൈവമേ സ്തോത്രം. അപ്പൊ കുറച്ചു നേരം കഴിയുന്ന പ്രായമാകുമ്പോൾ അനാരോഗ്യം തരുമ്പോഴും എന്ത് പറയും? കർത്താവ് എനിക്ക് അനാരോഗ്യം തന്ന ദൈവമേ സ്തോത്രം എന്ന് പറയോ? പറയല്ല. അതും ദൈവം തരുന്നതല്ലേ, വാർദ്ധക്യം. അപ്പോ തന്നെയും അതിനകത്ത് വേറൊരു വലിയ പ്രശ്നമുണ്ട്. ഈ വർഷിപ്പ്, നമ്മുടെ ഇന്നത്തെ വർഷിപ്പ് കഴിഞ്ഞ ആഴ്ച നടത്തിയ ദൈവത്തിന് വലിയ പ്രശ്നം ഉണ്ടെന്ന് അറിയോ? ചില ആൾക്കാരെ നടത്തിയില്ല, ചില ആൾക്കാർ മരിച്ചുപോയി. അപ്പൊ നമ്മൾ പറയാണ്, ഈ ഒരാഴ്ച ജീവനോട് ശേഷിപ്പിച്ചതിനായ സ്തോത്രം എന്ന് പറയുമ്പോൾ ഞങ്ങളിൽ ആരെയും, ചില പാസ്റ്റർമാർ ഇത്ര കടത്തി പറയും, നമ്മൾ ആരെ എണ്ണത്തിൽ കുറയാതെ ഇവിടെ തിരിച്ചു കൊണ്ടുവന്നതിനായിട്ട് സ്തോത്രം. അപ്പൊ എണ്ണത്തിൽ കുറഞ്ഞ ചില വീടുകളവിടെ കാണും, എണ്ണത്തിൽ കുറഞ്ഞ ആൾക്കാരവിടെ കാണും. അവർക്ക് സാമ്യം പറയാൻ പറ്റില്ല, കാരണം ഇതിനാമേനില്ല. ഇത് ചില ആൾക്കാരുടെ കഥയാണ് ഇവർ പറയുന്നത്. ദൈവം നടത്തി എന്ന് പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യം ബിസിനസ്സിലെല്ലാം ദൈവം നടത്തി. ചില ആൾക്കാർക്ക് കടം വന്നു, വിശ്വാസികൾക്ക് തന്നെ കടം വന്നു. അപ്പൊ ദൈവം അവരെ നടത്തിയിട്ടില്ല, അവർക്ക് ആമേൻ പറയാൻ പറ്റില്ല. ചില ആൾക്കാർ അപ്പോഴും രോഗം മാറാതെ കിടപ്പുണ്ട്. 4 പേർക്ക് കോവിഡ് വന്നു, 4 പേരും പ്രാർത്ഥിച്ചു, 2 പേരുടെ മാറി. 2 പേര് പറയാണ് ദൈവം ഞങ്ങൾക്ക് സൗഖ്യം തന്നായിട്ട് സ്വത്രം. ബാക്കി 2 പേര് ഇത് കർത്തവ്യ മൂടനായിട്ടിരിക്കുകയാണ്. ദൈവം എന്താണ് ഞങ്ങളെ സഹായിക്കാഞ്ഞത്? ആമേനില്ല അവർക്ക്. അപ്പൊ ഈ വർഷിപ്പ് എല്ലാം അവനവന്റെ സെൽഫിഷ്നെസ് നിന്ന് വരുന്നതാണ്. ഇറ്റ്സ് നോട്ട് ജെന്യുവിൻ, നോട്ട് ക്രിസ്ത്യൻ. ഇതൊരു ക്രിസ്ത്യൻ വർഷിപ്പിന്റെ ഭാഗമല്ല. ഇത് ലോകത്തിൽ ഏത് മനുഷ്യനും, കോമൺ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന ഏത് മനുഷ്യനും അതിന് നന്ദി പറയാം. ഏത് മനുഷ്യനും. ഒരു ഭവനം ക്രിസ്ത്യാനിക്ക് മാത്രമാണോ സഹോദരങ്ങളെ ലഭിക്കുന്നത്? എല്ലാവർക്കും ലഭിക്കുന്നുണ്ട്. അവരുടെ ദൈവത്തിന് നന്ദി പറയുന്നുണ്ട്, പൂജ ചെയ്യുന്നുണ്ട്. വി ആർ ലിവിങ് ഫോർ ദിസ് വേൾഡ് വിത്ത് എ വേൾഡ്ലി മൈൻഡ്. ജസ്റ്റ് ദ ഡിഫറൻസ് ഈസ് അവർ ഗോഡ് ഈസ് ഡിഫറെന്റ്. വർക്കെല്ലാം ഒന്ന് തന്നെയാണ്. ആ ദൈവമായാലും ഈ ദൈവമായാലും ചെയ്യേണ്ട പണി ഒന്ന് തന്നെയാണ്. അങ്ങോട്ട് നമ്മൾ ഇത്തിരി എന്തെങ്കിലും കൊടുത്താണ് ഇത് ചെയ്യിപ്പിക്കുന്നതും. അത് ദൈവം ചെയ്യുക. ഇതാണ് റിലീജിയൻ എന്ന് പറയുന്നത്. ഈ റിലീജിയൻ അങ്ങനെ ആകാൻ പറ്റുള്ളൂ. നമ്മുടെ മൈൻഡ് അങ്ങനെയാണ് സെറ്റ് ഓൺ ദിസ് വേൾഡ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ ഞാൻ നിങ്ങളോട് കർത്താവിന്റെ വരവിൽ ഒരുങ്ങുന്നതിനെ കുറിച്ച് സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞത്, പ്രത്യാശഗാനങ്ങൾ എഴുതാനോ രക്ഷയോർത്ത് സ്തോത്രം ചെയ്യാനോ കഴിവുള്ളവരല്ല ഇന്ന് പെന്തക്കോസ്തുകാര്. അവർക്കത് ഓർമ്മയിൽ പോലും വരികയില്ല. ഒരു പ്രത്യാശയുടെ ഒരു പാട്ട് ഒരാൾ എഴുതി പാടി കേട്ടിട്ട്, അതായത് ഒരു ന്യൂ സോങ് എഴുതി പാടി കേട്ടിട്ട് 25 വർഷത്തോളമായി. ഇറ്റ്സ് നോട്ട് പോസിബിൾ. കാരണം ആരുടെ ഉള്ളിൽ കർത്താവിന്റെ അടുത്തോട്ട് പോകണം എന്നുള്ളൊരു പാഷൻ ഇല്ല. പിന്നെ എങ്ങനെയാണ് അങ്ങനെ ഒരു പാട്ട് എഴുതുന്നത്? അപ്പൊ ഇതൊരു ക്രൈസിസ് ആണ്. കാരണം വി ആർ നോട്ട് വർഷിപ്പിംഗ് ഹിം ജെന്യുവിൻലി. വി ആർ നോട്ട് ആസ്ക്രൈബിംഗ് മജസ്റ്റി ടു ദ ലോർഡ്. അപ്പൊ ഒരു ട്രൂ ചർച്ചിൽ എപ്പോഴും ഒരു ട്രൂ വർഷിപ്പ്, അതായത് ദ ലോർഡ് ഷാൽ ബി ഗ്ലോറിഫൈഡ്. പിതാവിനും കുഞ്ഞാടിനും, ദൈവത്തിനും കുഞ്ഞാടിനും സകല മഹത്വം അർപ്പിക്കപ്പെടും. കുഞ്ഞാട്, അറുക്കപ്പെട്ട കുഞ്ഞാട് യോഗ്യൻ. ആ യോഗ്യൻ എന്ന് ഞാൻ പറയുന്നു, ആ വർഷിപ്പ് സഭയിൽ ഒന്നിച്ച് കുഞ്ഞാട് യോഗ്യൻ എന്ന് പെരുവെള്ളം ആർത്തിരയ്ക്കുന്ന ശബ്ദത്തോടെ ഒരു സ്തുതി ഉണ്ടായ സൗണ്ട് അല്ല അതിന്റെ പ്രധാനം, ആ ഹൃദയത്തിന്റെ വിങ്ങലാണ്. ഞാൻ പറയാണ്, കർത്താവേ ഐ എം നത്തിങ്, എനിക്ക് യാതൊന്നും പുകഴുവാനില്ല, നിനക്ക് മാത്രമാണ് പുകഴ്ച. യു മെയ്ഡ് മീ ലൈക്ക് ദിസ്, യു സേവ്ഡ് മീ. ഞാൻ തട്ടിപ്പോകേണ്ടത് നരകത്തിൽ പോകേണ്ടവനാണ്, പക്ഷെ നീ എന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതാണ് വർഷിപ്പ് എന്ന് പറയുന്നത്. ബിക്കോസ് വി ജെന്യുവിൻലി ട്രഷർ അവർ സാൽവേഷൻ, വി ആർ ജെന്യുവിൻലി റിജോയ്സിങ് ഓവർ അവർ സാൽവേഷൻ. അങ്ങനെ വരാതിരിക്കുമ്പോൾ നമുക്ക് ഈ ഭൂമിയിലേക്ക് നമ്മുടെ ജോയ് മാറുമ്പോൾ നമ്മുടെ വർഷിപ്പും അതുപോലെ മാറും. ഇന്ന് ഈ പ്രോസ്പെരിറ്റി തിയോളജിയും പരിജ്ഞാനമില്ലാത്ത പ്രവാചകന്മാരെല്ലാം കൂടെ ചേർന്ന് നമ്മുടെ ആനന്ദത്തെ പിടിച്ച് ഭൂമിയിലേക്ക് ഒട്ടിച്ചിരിക്കുകയാണ്. ഇത് കൊണ്ട് തന്നെ ഒരു സഭയ്ക്ക് ജെന്യുവിൻലി രക്ഷയോർത്ത് സ്തോത്രം ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ കാണുന്ന കാഴ്ച. അപ്പോൾ ജെന്യുവിൻ വർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ന്യൂ ടെസ്റ്റാമെന്റ് വർഷിപ്പിലേക്ക് നമ്മുടെ സഭകൾ നീങ്ങേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ പറഞ്ഞ എത്ര ഭാരത്തോടെ നിങ്ങൾക്ക് ഹൃദയത്തിൽ തോന്നുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ ഞാൻ വളരെ ഭാരത്തോടെ തന്നെയാണ് സംസാരിക്കുന്നത്. പലപ്പോഴും ചർച്ചകളിൽ ചെന്നിട്ട് ഈ വർഷിപ്പ് ചെയ്യാൻ പറ്റാതെ ഞായറാഴ്ചകളിൽ ഓരോ ചർച്ചകളിൽ ഇൻവൈറ്റ് ചെയ്യുന്നതനുസരിച്ച് ചെല്ലുകയാണ്, ചെന്നിട്ട് വർഷിപ്പ് ചെയ്യാനൊന്നും പറ്റുന്നില്ല, കുഞ്ഞാടിനെ മഹത്വപ്പെടുത്തുന്നില്ല. കഴിഞ്ഞ ആഴ്ച ഒരു പ്രശ്നമില്ലായിരുന്നു നടത്തി. ഇത് മാത്രമേ പറയുന്നുള്ളൂ. നമ്മൾ അങ്ങനെ പറയേണ്ട കാര്യമില്ല. നടത്തിയില്ലായിരുന്നേലും കുഴപ്പമില്ലായിരുന്നു, കർത്താവിൻ്റെ അടുത്തോട്ട് പോകാമായിരുന്നു. അതിനകത്തൊന്നും പ്രത്യേകിച്ച് പുകഴാനോ
ആനന്ദിക്കാനും ഇല്ല. കാരണം എന്നേക്കാൾ നന്നായിട്ടാണ് കഴിഞ്ഞ ആഴ്ച അംബാനി നടന്നത്, എന്നേക്കാൾ നന്നായിട്ടാണ് മോഡി നടന്നത്. അപ്പൊ അവരുടെ ദൈവത്തിനാണോ നടത്താനുള്ള ശക്തി, എന്റെ ദൈവത്തിനാണോ നടത്താനുള്ള ശക്തി എന്ന് അവന്മാരാരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തു പറയും? അപ്പൊ നമ്മൾ പറയും എല്ലാവരും നടത്തുന്നത് ഞങ്ങളുടെ ദൈവമാണ്. ഓക്കെ, ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അവർ പറയും എല്ലാ ദൈവവും അത് തന്നെ, സെയിം ആണ്, ഞങ്ങൾ വേറൊരു പേരിൽ വിളിക്കുന്നതേ ഉള്ളൂ. പണി ഒന്ന് തന്നെയാണല്ലോ, ആളൊന്നു തന്നെയാണ്. നിങ്ങൾ വിളിക്കുന്ന ആളെ തന്നെയാണ് ഞങ്ങൾ വിളിക്കുന്നത്, വേറൊരു പേരിട്ട് വിളിക്കും. സിസ്റ്റം അല്ല ഒന്ന് തന്നെ. അവരെ നടത്തി, നമ്മളെ നടത്തി. അപ്പൊ ഞാൻ പറയും ഈ കർത്താവ് എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു. അന്നേരം പറയും അയ്യോ അത് ഞങ്ങൾക്ക് അറിയാൻ മേല. കാരണം അത് അവരുടെ ചിന്തയിലില്ല. അപ്പൊ അവർക്ക് അത് അവർ പറയും ഇത് വേറെ ആളാണ്, ഇത് വേറെ ആളാണ്, ഇതാണ് കർത്താവ്, ദിസ് ഈസ് ദ ലോർഡ്. അല്ലെങ്കിൽ എല്ലാ മതം എന്ന് എന്താ വ്യത്യാസം? വാട്ട്സ് ദ ഡിഫറൻസ്? അപ്പൊ ഒരു സഭ ദൈവത്തെ വർഷിപ്പ് ചെയ്യുമ്പോൾ ആ വർഷിപ്പ് എന്ന് പറയുന്നത് ആ പാപബോധത്തിൽ നിന്നും രക്ഷയുടെ ആനന്ദത്തിൽ നിന്നും, എന്തു വലിയ പ്രവൃത്തിയാണ് സ്വന്തം പുത്രനെ ഈ ക്രൂശിൽ മരിക്കാൻ വേണ്ടി ലോകത്തിലേക്ക് വിട്ട്, പിതാവ് എന്നെ പോലൊരു പാപിയെ എനിക്ക് വേണമെന്നും പറഞ്ഞ് സ്വന്തം പുത്രനെ തകർത്ത് കളയാൻ പിതാവിന് ഇഷ്ടം തോന്നുക എന്ന് പറയുന്നത് അത് ചിന്തിക്കാൻ പറ്റുന്നതല്ല. ആ ഓ ലോർഡ് മൈ ഗോഡ് എന്നുള്ള പാട്ടിന് അതൊരു സ്റ്റാൻസ് എങ്ങനെയുണ്ട്, എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഐ സ്കേഴ്സ് ക്യാൻ ടേക്ക് ദാറ്റ് ഇൻ. ദൈവം തന്റെ മകനെ മരിക്കാൻ വേണ്ടി പറഞ്ഞു വിടുമെന്ന് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. ആ പാട്ടിന് അതൊരു ഭയങ്കര ഭംഗിയുണ്ട്, ആരാധനയുടെ ഒരു ഭയങ്കര ബ്യൂട്ടി ഉണ്ട്. നിങ്ങൾ അത് ഈ പഴയകാലത്തെ പാട്ടുകളിലെല്ലാം നമുക്ക് ആ ബ്യൂട്ടിഫുൾ വർഷിപ്പ് കാണാം. ആ തുടക്കം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലകള്, മൗണ്ടൻസ്, വുഡ്സ് ഇതിനെല്ലാം കണ്ടിട്ട് പറയാണ് കർത്താവേ നിന്റെ സൃഷ്ടി എത്ര മനോഹരം. ഇതാണ് നമ്മൾ പ്രപഞ്ചത്തെ നോക്കി പഠിക്കുകയാണ്. പിന്നെ അടുത്ത തലത്തിലേക്ക് വന്നിട്ട് ന്യൂ ടെസ്റ്റമെന്റ് വർഷിപ്പിലേക്ക് വന്നിട്ട് പറയുകയാണ് എനിക്ക് വേണ്ടി മരിക്കാൻ പുത്രനെ വിടാൻ മാത്രം എത്ര വലിയ സ്നേഹം, എൻ്റെ ഹൃദയത്തിലേക്ക് അത് മനസ്സിലാകുന്നു പോലുമില്ല. അവസാനത്തെ സ്റ്റാൻസിൽ പറയാണ് വെൻ ക്രൈസ്റ്റ് ഷാൽ കം വിത്ത് ഷൗട്ട്സ് ഓഫ് അക്ലമേഷൻ. അവിടെ ഞാൻ ഭയങ്കര സന്തോഷത്തോടെ, joy shall fill my heart. എൻ്റെ ഹൃദയം നിറഞ്ഞ ആനന്ദത്തോടെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് എറ്റേണൽ വർഷിപ്പിലേക്ക് ഞാൻ പോകും. അപ്പൊ ആ ഒരു തോട്ട് പ്രോസസ്. അതുപോലെ പഴയകാലത്തെ പാട്ടുകളിലെല്ലാം തിയോളജി ഓഫ് വർഷിപ്പ് ഭയങ്കര ഇന്റൻസ് ആണ്. ഇന്ന് നമ്മുടെ ആളുകൾക്ക് ആ തിയോളജി ഓഫ് വർഷിപ്പ് അറിയാതെയാണ് എഴുതുന്നത്. പഴയകാലത്ത് ഞാൻ വിചാരിക്കായിരുന്നു അന്ന് ഈ പ്രസംഗങ്ങളില്ല, പാട്ട്, ഹാർവസ്റ്റ് TV ഇല്ല, പവർ വിഷൻ ഇല്ല, ഒരു പ്രസംഗം കേൾക്കാൻ എത്ര പ്രയാസമാണ്. പക്ഷെ ആത്മാവിന്റെ ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നുകൊണ്ട് രക്ഷയെക്കുറിച്ചുള്ള ആ ഒരു ഗ്യാരണ്ടി എല്ലാവരുടെ ഉള്ളിൽ, ഞങ്ങൾ സേവ്ഡ് ആണ്, ഞങ്ങൾ ദൈവത്തിന്റെ ജനമാണ്, ഞങ്ങൾ വേറൊരു രാജ്യം ആഘോഷിക്കുന്നവരാണ്, ആ ഒരു സമ്പത്തിൽ ജീവിക്കുന്നവരാണെന്നുള്ളൊരു ബോധം ഉണ്ടായിരുന്നു. ആൻഡ് വർഷിപ്പ് കെയിം ഫ്രം ദെയർ. ഇനി പഴയ നിയമത്തിലെ വർഷിപ്പും പുതിയ നിയമത്തിലെ വർഷിപ്പും തമ്മിലുള്ള ഡിഫറൻസ്, പഴയ നിയമത്തിലെ ദൈവത്തിന്റെ അടുത്തോട്ട് ചെല്ലാൻ തന്നെ പ്രയാസം. പഴയ നിയമത്തിലെ വർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ് എ സാക്രിഫൈസ്. ഒരു യാഗം കഴിച്ച് അതിന്റെ രക്തം അർപ്പിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലണമായിരുന്നു ഒരു പ്രോപ്പർ വർഷിപ്പ് നടക്കണമെങ്കിൽ. അത് മാത്രമല്ല, യെശയ്യാവ് ദൈവദൂതന്മാര് ദൈവത്തെ ആരാധിക്കാൻ പരിശ്രമിച്ച് തോറ്റുപോകുന്നതിനെ കുറിച്ച് ഒരു വിഷൻ യെശയ്യാവ് 6 പറയുന്നുണ്ട്. തോറ്റുപോകുക എന്നുള്ള അർത്ഥം ഞാൻ ഉദ്ദേശിച്ചത് ഒരു മോറൽ ഫെയിലിയർ അല്ല, ഞാൻ പറഞ്ഞ അവരെ കൊണ്ട് പറ്റുന്നില്ല. അതാണ്, അവർ ദൈവത്തിന്റെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല, കാല് നിലത്തുറപ്പിക്കാൻ പറ്റുന്നില്ല, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, ഓക്കെ, കാല് ദൈവത്തെ കാണിക്കാൻ പറ്റുന്നില്ല, ദൈവത്തോട് സംസാരിക്കാനും പറ്റുന്നില്ല. ഒരുത്തൻ വേറൊരുത്തനോട് നിലവിളിക്കുകയാണ്, കണ്ണു തുറക്കല്ലേ മോനെ, കാല് കാണിക്കല്ലേ. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ദൈവം ഇൻഫിനിറ്റ്ലി ഹോളിയാണ്. കർത്താവ് കണ്ണു തുറന്ന് നമ്മളെ നോക്കി, നമ്മൾ കണ്ണിൽ നോക്കിയാൽ നമ്മൾ തീർന്നു. അതുകൊണ്ട് നോക്കല്ലേ, നിലത്ത് കാല് കുത്തല്ലേ, കാല് കാണിക്കല്ലേ. ദൂതന്മാരാന്ന് ആലോചിക്കണം, ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവര് പാദം മൂടി നിൽക്കുകയാണ്, കാരണം ദൈവത്തെ കാണിക്കാൻ ഭയമാണ്. ദൈവം കാണുന്നില്ല എന്ന് അതിനർത്ഥമില്ല, ആ ഒരു വെപ്രാളമാണ് അവിടെ കാണിക്കുന്നത്. അപ്പോഴാണ് യെശയ്യാവ് അവിടെ ചെന്നിട്ട് ഈ ആൾക്കാരെല്ലാം വഴക്കും പറഞ്ഞിട്ട് വലിയ നീതിമാനായിട്ട് ചെന്ന് എന്നാൽ ദൈവത്തെ ഒന്ന് നോക്കിക്കളയാന്ന് നോക്കുമ്പോൾ ദൂതന്മാർ കിടന്ന് വെപ്രാളപ്പെടുന്ന കണ്ടിട്ട്
യെശയ്യാവിന്റെ ശ്വാസം നിലച്ചുപോയി. കാരണം ആ ദൂതന്മാർക്ക് പോലും ദൈവത്തിന്റെ പരിശുദ്ധിയെ കാണാനോ ആരാധിക്കാനോ പറ്റുന്നില്ല. എന്നിട്ടാണ് ഇവിടെ ഇരുന്നുകൊണ്ട് ചുമ്മാ കാഷ്വലായിട്ട് നമ്മൾ വെളിപ്പാടില്ലാതെ എങ്ങനെ വേണമെങ്കിലും ആരാധിക്കാം, ഒരു വേദന നമുക്ക് തോന്നില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആ പരിശുദ്ധിയെക്കുറിച്ചുള്ള വെളിപ്പാട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നിലത്ത് നിൽക്കാൻ പറ്റത്തില്ല. നമ്മൾ ഭയന്നു പോവും, വേർത്തു പോവും, വിറച്ചു പോവും. എന്നാൽ പഴയ നിയമം അങ്ങനെയാണ്. ഗോഡ് ഈസ് സോ ഡിസ്റ്റന്റ്, ഹീസ് ഫാർ എവേ. നമുക്ക് അടുത്തോട്ട് അപ്രോച്ച് ചെയ്യാൻ പോലും പറ്റില്ല, ദൂതന്മാർക്ക് പോലും പറ്റത്തില്ല. എന്നിട്ട് യെശയ്യാവിനോട് ഒരു അത്ഭുതകരമായൊരു വാർത്ത ദൈവം കൊടുക്കുകയാണ്. അത് ഭയങ്കര രസകരമാണ് അവിടെ പറയുന്നത്. ആർക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു ഭാഷ, ഒരു 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 പ്രവചനം. ഇത് പറയാൻ ആര് പോവും? പിന്നെയാണ് കർത്താവ് നമുക്ക് സമീപസ്ഥൻ, ഇമ്മാനുവേൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇത്രയും നാൾ നമ്മൾ അങ്ങോട്ടിലെല്ലാം കഷ്ടപ്പെടുമായിരുന്നല്ലോ. ഇതാ നമുക്കൊരു ശിശു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. ഇതാ കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുക. അടുത്ത അധ്യായം 7-ാം അധ്യായം. ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ നമ്മോട് പറയുന്നത്, നമ്മൾ ദൈവത്തെ അന്വേഷിച്ച് പരവേശപ്പെട്ട് എത്താൻ പറ്റാതെ, മുഖത്ത് നോക്കാൻ പറ്റാതെ മരിച്ചു പോകുന്ന അവസ്ഥയിലിരിക്കുമ്പോൾ കർത്താവ് നമുക്കായിട്ട് നമ്മുടെ സദൃശത്തിൽ ഇറങ്ങി വരുന്നു, നമുക്ക് സംസാരിക്കാൻ വേണ്ടി, നമ്മുടെ കൂടെ ജീവിക്കാൻ വേണ്ടി. നമ്മളെ പോലെ വേർത്ത് കഷ്ടപ്പെട്ട് ദാഹിച്ച് വിശന്ന് ഈ മരുഭൂമിയിലൂടെ എന്നെ പോലെ ഒരു പാപിക്ക് വേണ്ടി അലഞ്ഞു തിരിഞ്ഞു നടന്ന കർത്താവ്. നമുക്കതൊന്നും കണ്ണിൽ പിടിക്കുന്നില്ല. നമുക്ക് കണ്ണിൽ പിടിക്കുന്ന ഇന്നലെ കിട്ടിയ ജോലി, മിനിയാന്ന് കിട്ടിയ ഡോളർ. അതിന്റെ നന്ദി സഹിക്കാൻ പറ്റുന്നില്ല. നന്ദി, എനിക്ക് നന്ദി കാണുമ്പോൾ വിഷമം. എങ്ങനെയാണ് ഈ സകലത്തെ സൃഷ്ടിച്ച ദൈവം ഈ ഭൂമിയിലൂടെ, മരുഭൂമിയിലൂടെ വിശന്ന് ദാഹിച്ച് എന്നെപ്പോലൊരു പാപിക്ക് വേണ്ടി അലഞ്ഞിരിഞ്ഞ് നടന്ന് അത് കാണാൻ പറ്റാതെ എങ്ങനെ വർഷിപ്പ് ചെയ്യുന്നത്? ഹൗ ഡു യു വർഷിപ്പ് ദ ലോർഡ് വിത്തൗട്ട് സീയിങ് ദിസ്? രക്ഷയുടെ ഗീതം പാടാതെ എത്രയോ ചർച്ചുകളിലാണ് വർഷിപ്പ് ഇങ്ങനെ പോകുന്നതെന്നറിയോ? നമ്മൾ പാടുന്ന പാട്ടുകൾ ഓരോന്നും ഇരുന്നൊന്ന് പരിശോധിക്കണം. എവിടെയെങ്കിലും യേശുക്രിസ്തുവിനെ സ്തോത്രം ചെയ്യുന്നുണ്ടോ? എവിടെയെങ്കിലും എൻ്റെ രക്ഷ ഓർക്കുന്നുണ്ടോ? എവിടെയെങ്കിലും എന്നെ ഇത്ര സ്നേഹിക്കുന്ന ദൈവത്തെ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ടോ? അക്നോളജ് ചെയ്യുന്നുണ്ടോ? ഞാൻ ഒന്നുമില്ലാത്തവനും കർത്താവ് എന്നെ നിത്യതയിൽ എത്തിച്ച നിത്യമായ രാജ്യത്തിന്റെ മഹത്വം. ഞാൻ പണ്ട് ആൾക്കാരോട് ചോദിക്കാറുണ്ടായിരുന്നു, നിങ്ങളുടെ വീടിന് മുമ്പിലൂടെ ഒരു പാകിസ്ഥാനി, ഇന്ത്യക്കാർക്ക് ധൈര്യമായിട്ട് പറയാവുന്ന ഒരു രാജ്യത്തിന്റെ പേരാണ് പാകിസ്ഥാൻ, അല്ലെ ബംഗ്ലാദേശി, നടന്നു പോകുന്നു. ഒരു അമേരിക്കക്കാരൻ പോകുന്നു. ആരെ കാണുമ്പോഴായിരിക്കും നിങ്ങൾ പറയുന്നത് ഒന്ന് സൂക്ഷിച്ചോ എന്ന്? ഏതായാലും അമേരിക്കക്കാരനെ കുറിച്ച് ആയിരിക്കില്ല, കാരണം അവരുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ന് പറഞ്ഞാൽ ഞങ്ങള്, ഓക്കെ. അപ്പൊ അമേരിക്ക എന്ന രാജ്യത്തിന് ഈ ബംഗ്ലാദേശ് എന്ന രാജ്യത്തെക്കാളും അല്ലെ സൊമാലിയ എന്ന രാജ്യത്തെക്കാളും മഹത്വം ഉണ്ടെന്ന് ലോകം പറയുന്നു. പക്ഷെ അത് ലോകത്തിന്റെ മഹത്വമാണ്. എന്നാൽ ദൈവത്തിന്റെ രാജ്യത്തിന്റെ മഹത്വം എന്തായിരിക്കും? ദൈവത്തിന്റെ രാജ്യത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് ഇതിനേക്കാളൊക്കെ ഭയങ്കരമായിരിക്കും. പക്ഷെ അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിലെ മഹത്വം മാത്രമേ മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. വേറൊരു രാജ്യമുണ്ടെന്നും, ഒരു നിത്യമായ രാജ്യമാണെന്നും, അത് ഐഹികമല്ലെന്നും, അതിന്റെ മഹത്വമാണ് ഏറ്റവും വലുതെന്നും, അത് ദൈവത്താൽ പണിയപ്പെടുന്ന കൈപ്പണി അല്ലാത്ത ഒരു രാജ്യം, ദൈവം ഡിസൈൻ ചെയ്യുന്ന ഒരു രാജ്യമുണ്ടെന്നും അവിടുത്തെ അംഗങ്ങളാണ് നമ്മളൊന്നും ഒരു അവബോധമുണ്ടായാൽ എത്ര വലിയ അനുഗ്രഹങ്ങളിലേക്കാണ് നമ്മൾ ചെന്നത് നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ന്യൂ ടെസ്റ്റാമെന്റ് വർഷിപ്പ് നമ്മൾ കാണുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ്. ശരിക്കും സഭ ദൈവത്തെ വർഷിപ്പ് ചെയ്യും. സഭ വർഷിപ്പ് ചെയ്യാൻ വേണ്ടിയാണ് കൂടുന്നത്. കുഞ്ഞാടിന്റെ നാമം ഉയർത്താൻ വേണ്ടി നമ്മൾ കൂടി വരുമ്പോൾ നമ്മൾ ഉയർത്തുന്നത് കുഞ്ഞാടിന്റെ നാമമാണ്. അവൻ നമ്മളെ രക്ഷിച്ചതുകൊണ്ടാണ് കർത്താവെ ഞങ്ങൾക്ക് നിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് ധൈര്യമായിട്ട് സ്തോത്രം എന്ന് പറയാൻ കഴിഞ്ഞത്. ഞങ്ങൾ മരിക്കേണ്ട സ്ഥാനത്ത് ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് മരിച്ചതുകൊണ്ടാണ്. ഇത് ഞായറാഴ്ചകളിൽ നിങ്ങളുടെ സഭകളിൽ പറയാറുണ്ടോ? ആ ഒരു ക്രൂശിന്റെ ആഘോഷം, ആ രക്ഷയുടെ ആഘോഷം, ആ സാക്രിഫൈസിന്റെ ഒരു ആഘോഷം. സഹോദരങ്ങളെ, ലോകത്തെ എല്ലാ ചർച്ചുകളും വഴിതെറ്റി കിടക്കുന്ന അനേകം ചർച്ചുകളുണ്ട്. കാത്തലിക് ചർച്ച്, ഓർത്തഡോക്സ് ചർച്ച്, മർത്തോമ, CSI പോലുള്ള മറ്റ് പൗരോഹിത്യ സഭകൾ.
ബ്രദറൻ ചർച്ച്, ബാപ്റ്റിസ്റ്റ് ചർച്ച്, 100,000 ഡിനോമിനേഷൻസ് ഈ ലോകത്തുണ്ട്. കത്തോലിക്ക പള്ളിയിൽ പോയി കഴിഞ്ഞാൽ 1 മണിക്കൂർ പോലും ഇല്ല അവരുടെ കുർബാന. 40 മിനിറ്റ്, 45 മിനിറ്റ്. പക്ഷെ അതിനകത്ത് 35 മിനിറ്റും യേശുക്രിസ്തുവിന്റെ മരണമാണ് ആഘോഷിക്കുന്നത്. ബാക്കിയെല്ലാം തെറ്റ്. ഇതും തെറ്റായിട്ടാ ചെയ്യുന്നത്. പക്ഷെ അതാണ് ഫോക്കസ്. ഓർത്തഡോക്സ് ചർച്ച് ചെന്ന് കഴിഞ്ഞാൽ കുർബാനയുടെ വലിയൊരു പങ്കും ഈ യേശുക്രിസ്തുവിന്റെ മരണം പുനരുത്ഥാനമാണ് ആഘോഷിക്കുന്നത്. വേറെ ഏത് ചർച്ച ചെന്നാലും ഈ യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനങ്ങളെ ഒട്ടും ഫോക്കസ് ചെയ്യാത്ത ഒരു ചർച്ചായിട്ട് ഇന്ന് പെന്തക്കോസ്റ്റൽ ചർച്ചകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഫോക്കസ് ചെയ്യുന്ന യേശുക്രിസ്തുവിനെ അല്ല, ആ സ്റ്റേജിൽ നിൽക്കുന്ന പാസ്റ്ററെയാണ്. ഹൗ ഡേഞ്ചറസ് ഈസ് ദാറ്റ്? ഇതിനെ നമ്മൾ എന്താ വിളിക്കേണ്ടത്? ഇത് ശരിക്കും ഒരു ദൈവ ദൂഷണത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബിക്കോസ് മാൻ ഈസ് ഗ്ലോറിഫൈഡ്. ഈ ആരാധനയ്ക്ക്, ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി കുടുംബം തന്നെ മനുഷ്യരെ പുകഴ്ത്തി അവർ ആസ്ബസ്റ്റോസും ആസ്ബസ്റ്റോസ് അല്ല, കോൺക്രീറ്റ് ഒക്കെ പൊളിച്ച് ആകാശത്തോടെ പറന്ന് നടക്കുന്നത് നമ്മുടെ നേതാക്കന്മാരൊക്കെ പൊക്കി വിട്ടിരിക്കുക. വർഷിപ്പ് ചെയ്യുന്ന രീതിയിൽ അവരെയാണ്. നമ്മൾ അവരെ പുകഴ്ത്തി മടുക്കുന്നില്ല നമുക്ക്. Nowhere it happens except in a Pentecostal church. വേറെ ഒരു ചർച്ചിൽ ഞായറാഴ്ച ദൈവത്തെ അല്ലാതെ ആരെയും, ഈ കുർബാനയ്ക്കോ എന്തിനും ദൈവത്തെ അല്ലാതെ ആരെയും അവർ പുകഴ്ത്തില്ല. പൊതുവെ വിവരമില്ല, ചെയ്യുന്ന മുഴുവൻ തെറ്റാണ്. എന്നാൽ പോലും അവർക്കറിയാം, ഒരൊറ്റ കാര്യം അറിയാം, ഇതാണ് പ്രധാനം. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു, അതാണ് പ്രധാനം. അപ്പോൾ ജെന്യുവിൻലി വർഷിപ്പ് ചെയ്യാൻ നമുക്ക് പറ്റുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ക്രൈസ്റ്റ് സെൻട്രിക് ആയിരിക്കണം ഓരോ അസംബ്ലിയും, ഓരോ കൂട്ടായ്മയും. അവിടെ എല്ലാം കർത്താവിന്റെ നാമമല്ലാതെ വേറൊരു നാമവും ഉയർത്തപ്പെടരുത്, വേറൊന്നിനും ഫോക്കസ് ചെയ്യരുത്. ഈ ലോകത്തിൽ അനുഗ്രഹങ്ങളെ ഫോക്കസ് ചെയ്യരുത്, ക്രിസ്തുവിനെ മാത്രമാണ് ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം യേശു ക്രിസ്തു തന്നെയാണ്. അതിലും വലുതൊന്നും നമുക്ക് കിട്ടാനില്ല. ഹീസ് അവർ റൈച്ചസ്നെസ് ആൻഡ് ഹീസ് അവർ സാങ്ക്ടിഫിക്കേഷൻ ആൻഡ് ഹീ ഈസ് ഷെയറിങ് ഹിസ് ഗ്ലോറി വിത്ത് us. അവനാണ് നമ്മുടെ വീണ്ടെടുപ്പ്, നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ്, നമ്മൾ കാത്തിരിക്കുന്ന ശരീരത്തിന്റെ വീണ്ടെടുപ്പ്. എന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഇതുപോലും ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ എൻ്റെ വിഷമം കൂടെ ആവട്ടെ പങ്കുവയ്ക്കാം. കാരണം ഇതൊരു വളരെ ലളിതമായിട്ട് നമ്മുടെ മൈൻഡിനോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്ന ഒരു കാര്യമാണ്. ഓൾ ഗ്ലോറി ഷാൽ ബിലോങ് ടു ദ ലാംബ് വിച്ച് വാസ് സ്ലെയിൻ. അറുക്കപ്പെട്ട കുഞ്ഞാട് സകല മഹത്വത്തിനും യോഗ്യൻ. ഇതാണ് പുതിയ നിയമ വർഷിപ്പ്. ആ പുതിയ നിയമ വർഷിപ്പിനകത്ത് ദൂതന്മാർ പാടുന്ന ഒരു പാട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ദൂതന്മാരുടെ പാട്ട്. അവർ പറയുന്ന പാട്ടിനകത്ത്, ആ പാട്ടിനെ കുറിച്ച് പറയുന്നത് ഒരു പുതിയ പാട്ടെന്നാണ്. ഒരു പുതിയ പാട്ട്. കാരണം ഇത് വേറെ ആർക്കും പാടാൻ പറ്റത്തില്ല. ഇതിനു മുമ്പ് ഇത് കേട്ടിട്ടില്ല. ഇപ്പൊ ദൂതന്മാർ നോക്കി കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, ഈ ലോകത്ത് സാത്താൻ അവൻ ഉപയോഗിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കുന്നവരിൽ ഒരുവിധം മിടുക്കന്മാരായ ആൾക്കാരെയാണ്. ഹിറ്റ്ലർ ഭയങ്കര മിടുക്കനായ ആളായിരുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ചില പ്രസംഗങ്ങൾ, പഴയ പ്രസംഗങ്ങൾ ഇന്ന് യൂട്യൂബിൽ കേട്ടു. കാരണം ഈ മനുഷ്യരെങ്ങനെയാണ് ഈ പ്രതിലോമകരമായ തത്വശാസ്ത്രത്തിന് അടിമപ്പെട്ടു പോകുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം ഉണ്ടല്ലോ, എന്താ സ്കില്ലാന്നറിയാം. അദ്ദേഹം ആ സൗണ്ടും ശബ്ദവും എല്ലാം കൂടെ ഈ മനുഷ്യരത് കേട്ട് കഴിയുമ്പോഴേക്കും മസ്തിഷ്ക പ്രക്ഷാളനം, അങ്ങനെയല്ലേ അതിന് പറയുന്നത്, ബ്രെയിൻ വാഷിങ്, അങ്ങനെ അടിമപ്പെട്ടു പോവാ. ഭയങ്കര കഴിവുള്ളവരാ സാത്താൻ ഉപയോഗിക്കുന്നത്. ഹ്യൂമൻ ഗ്ലോറി, മനുഷ്യന്റെ മഹത്വം, ആ മഹത്വം സ്ഥാപിക്കാൻ പറ്റുന്നവരാണ് ഉപയോഗിക്കുന്നത്. ദൈവം അങ്ങനെയല്ല. ഇപ്പൊ എന്നെയൊക്കെ സാത്താൻ തിരഞ്ഞെടുത്താലും ഇത്രയും പേരെ പറ്റിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നല്ല സൗന്ദര്യമുള്ളവരെയും കഴിവുള്ളവരെയൊക്കെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഒരുത്തനെയും കൊണ്ട് 10,000-ങ്ങളെ വീഴിക്കാം. അതാണ് അവന്റെ തന്ത്രം. എന്നാൽ ദൈവം തിരഞ്ഞെടുക്കുമ്പം ഏറ്റവും വൃത്തികെട്ടതിനെയാണ് തിരഞ്ഞെടുക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അത്ഭുതമാണ് ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ ആയതെന്ന്. ബിക്കോസ് ഐ ഡിഡ്ന്റ് ഡിസേർവ് എനിത്തിങ് എന്ന് ഏത് സമയത്ത് എനിക്ക് പറയാൻ പറ്റും. അത് സന്തോഷമായിട്ട് പറയാൻ പറ്റും. പക്ഷെ ദൈവം അങ്ങനെ തിരഞ്ഞെടുക്കുന്നതിനകത്ത് ഒരു രസമുണ്ട്. ഈ എന്നെ തിരഞ്ഞെടുപ്പ്, പത്രോസിനെയും അങ്ങനെയുള്ള ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ ന്യായമായിട്ട് ആൾക്കാരെല്ലാം വിചാരിച്ചായിരിക്കും ഏതെങ്കിലും പട്ടാളക്കാരെയോ, ഒരു കഴിവ് തൻ്റെ ഇടമുള്ളവരെയോ
ഒരുത്തനൊരു തോക്ക് കാണിച്ചാൽ തിരിച്ച് 2 വെടി വെക്കാൻ പറ്റുന്ന ഒരു 10-12 എണ്ണത്തിനെ ശിഷ്യനാക്കി എടുക്കുന്നതിന് പകരം വാള് കാണുമ്പോഴേക്ക് ഓടുന്നു, ഭയങ്കര പേടിത്തൊണ്ടന്മാരായ, ഒരു തന്നിടം ഇല്ലാത്ത, വേവറിങ് നേച്ചറുള്ള കണക്കെഴുത്തുകാരെയും മീൻ പിടിക്കുന്നവരെയും ഒക്കെയാണ് രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി കർത്താവ് വിളിച്ചുകൊണ്ട് പോയ ആൾ. അതിനകത്ത് ആകെ ഒരു എരിവുകാരനുണ്ടായിരുന്നു, സെലട്ട്. അപ്പൊ സാത്താൻ ഇങ്ങനെ ചിന്തിച്ചാണ്, രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി വന്നിട്ട് ചെയ്യുന്ന കണ്ടില്ലേ, ഒന്നിനെയും കൊള്ളാത്ത ചേസിനെ ഇവനെയൊക്കെ പിടിച്ചോണ്ട് ഇവനൊക്കെ എന്ത് ചെയ്യാന്. അവസാനം കർത്താവിന്റെ അടുത്ത് നമ്മൾ പ്രസന്റ് ആകുമ്പം ലോകം മുഴുവൻ പറയും, ഇവന്മാരെ എങ്ങനെയാണ് ആ പുത്രൻ മാറ്റിയെടുത്തത്. അപ്പോ ആ ഒരു ഗ്ലോറിയാണ് ഈ സകല. അതുകൊണ്ട് ദൈവം ആരെ തെരഞ്ഞെടുക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ദൈവം തെരഞ്ഞെടുക്കുന്നത് കഴിവ് നോക്കിയല്ല, ദൈവം തെരഞ്ഞെടുക്കുന്നത് ചുമ്മാ അവന്റെ ഇഷ്ടമാണ്, അവന്റെ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നാണ്. ഒരു ചർച്ച്, വെൻ ദ ചർച്ച് ഫെയിൽസ് ടു ഗിവ് വർഷിപ്പ് ടു ദ ലോർഡ്, ഇറ്റ് സീസസ് ടു ബി എ ചർച്ച്. അതിന് സഭയായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. വർഷിപ്പ് ചെയ്യുന്നില്ലെങ്കിൽ, കുഞ്ഞാടിന്റെ നാമം, രക്ഷയെ പ്രകീർത്തിക്കുന്നില്ലെങ്കിൽ, രക്ഷയെ ഓർക്കുന്നില്ലെങ്കിൽ. നമുക്കറിയാം, പഴയ നിയമ യാഗങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഈ യാഗങ്ങൾ അർപ്പിച്ചിട്ടാണ് അവർ ദൈവത്തെ വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ പുതിയ നിയമത്തില് യാഗം നമ്മൾ അർപ്പിക്കേണ്ട, അത് ഓൾറെഡി അർപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഓരോ പ്രാവശ്യം നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് നമുക്കായി ഒരു യാഗം അർപ്പിക്കപ്പെട്ടിരിക്കുന്നതിനാൽ നമുക്ക് കൃപാസനത്തിലേക്ക് ധൈര്യപൂർവ്വമുള്ള പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നമുക്ക് ഗുണകരമായി സംസാരിക്കുന്ന രക്തവും ആ രക്തം അർപ്പിച്ച മഹാപുരോഹിതനും ഇന്നും ജീവിക്കുന്നതിനാൽ നമുക്ക് ധൈര്യമായിട്ട് കൃപാസനത്തിനടുത്തേക്ക് ചെല്ലാം എന്നുള്ളതിനാൽ നമ്മൾ യാഗം അർപ്പിക്കേണ്ട, യാഗം അർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അത് ഓർത്തോണ്ടല്ലേ നമ്മൾ തുള്ളിച്ചാടേണ്ടത്. ആ ദൈവത്തിന്റെ പ്രസൻസിലേക്ക് നമ്മളെ സ്വീകരിച്ച കർത്താവിന്റെ കൃപയല്ലേ നമ്മളെ വർഷിപ്പ് ചെയ്യിപ്പിക്കേണ്ടത്. അപ്പോൾ ഒരു വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റി, ഈ വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത അത് ഭയങ്കര വേഗത്തിൽ ട്രാൻസ്ഫോർമേഷനിലേക്ക് പോകുന്നതാണ്. ഉദാഹരണത്തിന്, ഒരു വലിയ പരിവർത്തനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വർഷിപ്പിന് സാധിക്കും, ജെനുവിൻ വർഷിപ്പാണ്. ഇപ്പം ജെനുവിൻ അല്ലാത്ത വർഷിപ്പ്, നമ്മൾ ഇന്ന് ചുറ്റും കാണുന്ന ഒരു വർഷിപ്പ് രീതിയിൽ നമ്മൾ ആളുകൾ പറയുന്നത്, കഴിഞ്ഞ ആഴ്ച നടത്തി വർഷിപ്പ് ഉണ്ടല്ലോ, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിക്കുന്ന ദൈവം. അപ്പൊ അടുത്തിരിക്കുന്നവന്റെ ഹൃദയത്തിലേക്ക് വരുന്ന ആകെ അത്യാഗ്രഹം മാത്രമാണ്, ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നില്ല. ഞാൻ പറയാണ്, എൻ്റെ പിള്ളേരെല്ലാം ഭയങ്കര ഹൈ സാലറിയിൽ സെറ്റിലായി, ഭയങ്കര എഡ്യൂക്കേഷനാണ് അവർ കിട്ടിയതെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇപ്പുറത്തിരിക്കുന്ന പാവം അവൻ്റെ ഉള്ളിൽ അത്യാഗ്രഹം വരും. അപ്പൊ എന്നിട്ട് നമ്മൾ പറയല്ലോ, നിന്നതല്ല ഞാൻ. അപ്പൊ പിള്ളേർ പറയുന്നത്, ഞാൻ പഠിച്ചതല്ല, ദൈവം എന്നെ സഹായിച്ചാണ്. എന്നാലോചിക്കേ, എനിക്ക് ജോലി കിട്ടിയത് ഞാൻ അധ്വാനിച്ചിട്ടൊന്നുമല്ല, എനിക്ക് ദൈവം ചുമ്മാ തന്നാണ്. അപ്പൊ ഇപ്പുറത്തിരിക്കുന്ന ആള് ചിന്തിക്കാൻ, ഓ ഇത് കൊള്ളാമല്ലോ പരിപാടി, എനിക്കും വലിയ വിവരമൊന്നുമില്ല, എനിക്ക് വലിയ കഴിവുകളൊന്നുമില്ല, പക്ഷെ എനിക്ക് ഇവന്മാരെക്കാളൊക്കെ വലുതാണ്, അതിന് ദൈവം എന്നെ സഹായിക്കും. ഈ തിയറിയാണ് ഇന്ന് നടക്കുന്ന മൊത്തം ലോകത്തിലും. പഠിച്ചില്ലേലും കുഴപ്പമില്ല, തക്ക സമയത്ത് ദൈവം ഇങ്ങനെ ആകാശത്ത് എഴുതി കാണിക്കും, നീ ഉത്തരം എഴുതടാ. അപ്പൊ ഇപ്പുറത്തിരുന്ന് പഠിച്ചവരെല്ലാം ദൈവം മണ്ടന്മാരാക്കി. പഠിക്കാതെ ഉഴപ്പി തിരിഞ്ഞ് മാവേലെറിഞ്ഞ് നടന്നവനെല്ലാം ദൈവം കൃപയാൽ ഭയങ്കര മാർക്ക് കൊടുത്താലുള്ള അവസ്ഥ ആലോചിക്കും. എന്താണ് ഈ പ്രാർത്ഥന? ദൈവത്തെ അനീതിക്കാരനാക്കാനോ? ഇത് നമ്മൾ സാക്ഷ്യമായിട്ട് പുകഴ്ത്തി പറഞ്ഞു കഴിയുമ്പോഴേക്കും ഈ അപ്പുറത്തിരിക്കുന്നവരെല്ലാം അത്യാഗ്രഹികളാവുക, എല്ലാം മടിയന്മാരോ. എല്ലാ അത്യാഗ്രഹികളെയും മടിയന്മാരാക്കി നമ്മൾ മാത്രം ദൈവത്തെ സ്തുതിച്ചെന്ന്. ദാറ്റ്സ് നോട്ട് എ ജെനുവിൻ വർഷിപ്പ്. ഈ ജെനുവിൻ വർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രാൻസ്ഫോർമേറ്റീവ് ആണ്. എങ്ങനെയാണെന്നറിയാം? ഞാൻ പറയാം, കർത്താവേ, നീ അല്ലാതെ യാതൊരു മഹത്വവും എനിക്ക് യോഗ്യതയില്ല, നിന്റെ മഹത്വമാണ് ഞാൻ അന്വേഷിക്കുന്നത്, ഈ ലോകത്തിന്റെ മഹത്വമല്ല. എനിക്ക് വേണ്ടത് നീ തരുന്ന സാധനങ്ങളെയല്ല, നിന്നെയാണ്. And you shall live in me.
എന്റെ ജീവനല്ല, എനിക്ക് ജീവിക്കേണ്ടത് നിന്റെ ജീവനാണ്. ഇതെന്റെ വർഷിപ്പിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് വരുന്ന എന്തായിരിക്കും അറിയാം? ഞാനല്ല, ക്രിസ്തുവ. ഐ എം അൺവർത്തി. ഒരാൾ നമ്മളെ പൊക്കി പറയും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എടുത്ത് പറഞ്ഞു, നിങ്ങൾ എന്നെ പുകഴ്ത്തി പറയുന്നതിന്റെ കാരണം എനിക്ക് എന്നെ അറിയാവുന്നതുപോലെ നിങ്ങൾക്ക് എന്നെ അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. ഒന്നുകൂടെ പറയാം, നിങ്ങൾ എന്നെ പുകഴ്ത്തി പറയുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എനിക്ക് എന്നെ എങ്ങനെ കാണാമോ അറിയാമോ അത്ര നിങ്ങൾക്ക് എന്നെ ഒരിക്കലും അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്. അല്ല ഒരു മനുഷ്യനെയും നമുക്ക് പുകഴ്ത്താൻ പറ്റത്തില്ല. അപ്പൊ പുകഴ്ച, വർഷിപ്പ് ശരിക്കും ദൈവത്തിന് കൊടുക്കുന്ന ഒരാൾക്ക് മനുഷ്യരുടെ പുകഴ്ച അസ്വസ്ഥത ഉണ്ടാക്കും. മനുഷ്യർ ഉയർത്തി പറയുമ്പോൾ, ഓ ഇത്രയും ആളുകളുടെ മുമ്പിൽ എന്നെ ദൈവം മാനിച്ചു എന്നല്ല പറയുന്നത്. അയോഗ്യനും പാപിയുമായ എന്നെ അവര് തെറ്റിദ്ധരിക്കുവാണല്ലോ കർത്താവേ എന്ന് പറയുന്നു. ഇത് നമ്മുടെ ക്യാരക്ടറിൽ ഉണ്ടാകുന്ന ഒരു ട്രാൻസ്ഫർമേഷൻ. അപ്പൊ വേറൊരാളെ നിന്ദിക്കാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. ഇഫ് യു ജെന്യുവൻലി വർഷിപ്പ് ദ ലോർഡ് ലൈക്ക് ദ ടാക്സ് കളക്ടർ, ലൈക്ക് ദ പേഴ്സൺ ഹു സ്റ്റാൻഡിങ് ഇൻ ദ ലാസ്റ്റ് റോ, ഒരിക്കലും വേറൊരു സഹോദരനെ നിന്ദിക്കാൻ നമുക്ക് സാധിക്കും. We will be transformed into Christ-likeness, into humbleness, into a humble demeanor. ഇത് വർഷിപ്പ് ഈസ് ട്രാൻസ്ഫോർമേറ്റീവ്. കാരണം നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്തോറും നമ്മളാണ് ക്ലീൻ ആകുന്നത്. കാരണം ഏറ്റവും അസ്വസ്ഥ ഉണ്ടാക്കുന്ന ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ആണ് നമ്മൾ വിചാരിക്കുന്നത്. അതാണ് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം. അപ്പൊ ഇതിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ, നമ്മളിൽ നിന്ന് തന്നെ നമ്മളെ രക്ഷിക്കാൻ ഈ വർഷിപ്പ് ബിക്കംസ് എ പവർഫുൾ ട്രാൻസ്ഫോർമേറ്റീവ് ടൂൾ. അതുകൊണ്ടാണ് കർത്താവ് വർഷിപ്പ് ചെയ്യാൻ പറയുന്നത്. ശരിക്കും പലരും ആലോചിക്കാറുണ്ട്, എന്തിനാണ് ഈ കർത്താവ് ഇങ്ങനെ വർഷിപ്പ് ചെയ്യാൻ പറയുന്നത്? ദൈവത്തിന് എന്ത് ആരാധന കേൾക്കാൻ ഇത്ര കൊതിയാണ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പൊ എന്നെ ആരെങ്കിലും പുകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിഷ്ടമില്ല എന്ന് പലരും പറയാറുണ്ട്. പക്ഷെ ദൈവത്തെ പുകഴ്ത്തി പറയാൻ ദൈവത്തിന് ഇഷ്ടമാണോ? തീർച്ചയായിട്ടും ഇഷ്ടമാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുകഴ്ത്തൽ, ദൈവത്തെ എത്ര പുകഴ്ത്തിയാലും പുകഴ്ത്തുന്നതല്ല അത് റിയൽ. അങ്ങനെ തന്നെയാണ്. അതിന്റെ ഒരു പെർസെൻറ്റേജ് പോലും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളെ പുകഴ്ത്തുമ്പോൾ അങ്ങനെയല്ല. നമ്മൾ അതിന്റെ 11, 10, 100 പോലും ഇല്ല. ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെയല്ല. നമ്മൾ പറയുന്നത് 10% പോലും ആകുന്നില്ല. ഹി ഡിസേർവ്സ് ഇറ്റ്. പുകഴ്ച ചെല്ലേണ്ടത് എന്ന് കഴിഞ്ഞാൽ അതിനകത്ത് അശ്ലീലമില്ല. എന്നാൽ ചെല്ലേണ്ടാത്തിടത്ത് ചെല്ലുമ്പോഴാണ് അത് അശ്ലീലമാകുന്നത്. നമ്മുടെ ഉമിനീര് വായിൽ കിടക്കുമ്പോൾ അത് നല്ലതാണ്. അതില്ലെങ്കിൽ അതിന്റെ അസ്വസ്ഥത ഭയങ്കരമാണ്. നിങ്ങൾക്ക് മൗത്ത് ഡ്രൈ ആയി പോകുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത അനുഭവിച്ചിട്ടുണ്ടോ? ഭയങ്കര പ്രയാസമാണ്. പക്ഷെ ഈ ഉമിനീര് വായിൽ കിടക്കുമ്പോൾ നല്ലതാണെങ്കിലും വേറൊരാളുടെ ഷർട്ടിൽ വരുമ്പോൾ നല്ലതല്ല. അതിന്റെ കാരണം ഏത് വസ്തുവും അതാതിന്റെ പ്ലേസിൽ മാത്രമേ നല്ലതുള്ളൂ. അതുകൊണ്ട് ഗ്ലോറി ദൈവത്തിന് കൊടുക്കുമ്പോൾ മാത്രമേ അതിന് ബ്യൂട്ടി ഉള്ളൂ. മനുഷ്യർ കൊടുക്കുമ്പോൾ ഇല്ല. കാരണം അത് അൺറിയൽ ആണ്. അപ്പൊ വർഷിപ്പ് ട്രൂലി ലിബറേറ്റ്സ് us from ourselves, from that glory seeking flesh. അപ്പൊ ചർച്ച് ട്രാൻസ്ഫോർമേറ്റീവ് ആകുന്നത് ഈ വർഷിപ്പ് കൊണ്ടും കൂടിയാണ്. അപ്പൊ ജെനുവിൻ വർഷിപ്പ് ട്രാൻസ്ഫോംസ് ദ ഹോൾ ചർച്ച്. ഇത് ശരിക്കും നമ്മുടെ വർഷിപ്പിന്റെ ആ ഒരു ഫോക്കസ് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ചർച്ച എല്ലാം മാറും. പ്രസംഗം മാറും, വചനം പഠിക്കുന്നത് മാറും, മനസ്സിലാക്കുന്ന ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നത് മാറും. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഹൗ ഇമ്പോർട്ടൻറ്റ് ദിസ് ഈസ്. അപ്പോൾ നമ്മുടെ ചർച്ചകളെല്ലാം ക്രിസ്തുവിനെ ഹൈലൈറ്റ് ചെയ്യുന്ന ക്രൈസ്റ്റ് ഫോക്കസ്ഡ് ആയിട്ട് വർഷിപ്പ് ചെയ്യുകയും രക്ഷയെ ഓർത്ത് രക്ഷയുടെ പാനപാത്രം എടുത്ത് അത് സ്പെസിഫിക്കലി പാടുമ്പോൾ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി മാത്രം പാടുവാനും സ്തോത്രം ചെയ്യുവാനും എല്ലാം സഭ തുടങ്ങുമ്പോൾ അതൊരു പ്ലാറ്റ്ഫോമാണ്. ഈ വർഷിപ്പിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു പ്രായോഗിക തലവും കൂടെ ഉണ്ട്. അതിനാണ് ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുന്നത്. ബുദ്ധി കൂടെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു വർഷിപ്പ്. ഈ ബുദ്ധി കൂടെ ഉൾപ്പെടുന്ന വർഷിപ്പിന്റെ പ്രത്യേകത എന്താ? നമുക്കറിയാം, ആത്മാവ് ദൈവത്തോട് ചേർന്നിരിക്കാൻ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ശരീരത്തിന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നീങ്ങാനാണ് ഇഷ്ടം. ശരിയല്ലേ? ശരീരത്തിന്റെ ആഗ്രഹം എന്താ? ഒന്ന് കിടന്നുറങ്ങിയേക്കാം, ഭയങ്കര ക്ഷീണമാണ്. ആത്മാവ് പറയും കർത്താവിനോട് സംസാരിക്കും. അപ്പം
ശരീരം പറയും ഇപ്പൊ വേണ്ട, ഉറങ്ങി, നാളെ രാവിലെ ആട്ടെ. മൈൻഡ് ആരുടെ കൂടെ നിൽക്കും? മൈൻഡ് മിക്കവാറും ഒക്കെ ശരീരത്തിൻ്റെ കൂടെ നിൽക്കും. ഉറങ്ങിയേക്കാം, ഉറങ്ങിക്കോടാ, എന്താ കുറച്ചുകൂടെ പിന്നെ ആട്ടെ. ഇതാണ് മൈൻഡ്. അതൊരു വൃത്തികെട്ട മൈൻഡാണ്. അതെപ്പോഴും ശരീരത്തിൻ്റെ കൂടെ നിൽക്കും. ഈ ബുദ്ധി ആരാധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഇത് മൈൻഡ് ആരാധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങോട്ട് വരും? മൈൻഡ് ആത്മാവിൻ്റെ അടുത്തേക്ക് വരും. ആത്മാവിൻ്റെ അടുത്തേക്ക് മൈൻഡ് വരുന്നതിനെയാണ് മനസ്സിന്റെ ട്രാൻസ്ഫോർമേഷൻ. അത് റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. അപ്പൊ ശരീരം പറയുന്നൊന്നും നടക്കില്ല. അപ്പൊ ശരീരം വിചാരിക്കും, ഇത്ര നാൾ ഈ മൈൻഡ് ഞാൻ പറയുന്നതെല്ലാം കേൾക്കുക, ഇപ്പൊ വർഷിപ്പ് ചെയ്ത് ആ വഴിക്ക് പോയി. ഇനിയിപ്പോ എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ എങ്ങനെ സാധിക്കും? അപ്പൊ മൈൻഡ് പറയും, നിന്നെ ഞാൻ യാഗമാക്കിയിരിക്കുകയാണ് ശരീരത്തിൽ, നിന്റെ പരിപാടികളൊന്നും ഇനി നടക്കുകയില്ല. ഇതൊരു ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുന്നത്. ഇതൊരു മൈൻഡ് ആൻഡ് ഇന്റലിജൻസ് ഈസ് ഇൻവോൾവ്. അപ്പൊ അങ്ങനെ ദൈവത്തെ വർഷിപ്പ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? മൈൻഡ് ട്രാൻസ്ഫോർമേഷൻ. ഈ മനസ്സിന് ട്രാൻസ്ഫോർമേഷൻ വരുന്ന വർഷിപ്പാണ് ശരിക്കും ജെന്യൂൻ വർഷിപ്പ് എന്ന് പറയുന്നത്. അത് ആരാധനയുടെ ഒരു കോൺസിക്വൻസ് ആണ്. ആരാധിക്കുന്നതിന് വേണ്ടി അല്ല കേട്ടോ, ആരാധിക്കുന്നതിന് വേണ്ടിയല്ല, ആരാധിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ്. ഇനി അതുപോലും ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹത്വപ്പെടുത്തിയേ പറ്റൂ, കാരണം ഹി ഡിസേർവ്സ് ഇറ്റ്. അത് ഇറ്റ്സ് എ വൊക്കേഷൻ ഓഫ് എവരി ബിലീവ്. അത് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യം സാധിക്കാനോ എന്നെ നന്നാക്കാൻ വേണ്ടി ഒന്നുമല്ല. ദൈവം അത്ര മഹത്വം അർഹിക്കുന്നതുകൊണ്ടാണ് നമ്മളത് പറയുന്നത്. ഹി ഡിസേർവ്സ് അവർ പ്രൈസ്, ഡിസേർവ്സ് മോർ ദാൻ അവർ പ്രൈസ് എന്ന് വേണേൽ പറയാം. ഓക്കെ, അപ്പോൾ ഒരു ചർച്ചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസ് എന്ന് പറയുന്നത് വർഷിപ്പാണ്. ഞങ്ങളുടെ കൂട്ടായ്മയിൽ ആദ്യത്തെ 1.5 മണിക്കൂർ വർഷിപ്പിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതെല്ലാം ക്രൈസ്റ്റ് ഫോക്കസ്ഡ് ആണ്. ഞങ്ങൾ പഴയ പാട്ടുകളെ പാടാറ്, ക്രൈസ്റ്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ള പാട്ടുകൾ മാത്രമേ പാടുള്ളൂ. രക്ഷാ ഫോക്കസ്ഡ്. ഞങ്ങളെ രക്ഷിച്ച കർത്താവേ, ഞങ്ങൾ ഇന്ന് നീതീകരിക്കപ്പെട്ടു നിന്റെ മക്കളായി മാറിയതും, ഞങ്ങൾ വിശദീകരിക്കപ്പെടുന്നു നാളെ തേജസ്സിൽ നിന്റെ മുമ്പിൽ നിൽക്കുന്നതും ഞങ്ങളുടെ മെറിറ്റ് അല്ല, നിന്റെ കരുണയാണ്. അതിന്റെ മഹത്വം നിനക്ക് മാത്രമുള്ളതാണ്. എന്നെപ്പോലെ ഒരുത്തനെ രക്ഷിച്ച് നിന്റെ സന്നിധിയിൽ എത്തിക്കാൻ അതിന്റെ കരുണ നിന്റെ മാത്രമാണ്, നിന്റെ കഴിവാണ്. യു ആർ വർത്തി. ഇത് എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. അതാണ് ദാറ്റ്സ് ദ മെയിൻ അജണ്ട ഓഫ് ദ ചർച്ച്, ടു ഗിവ് പ്രൈസ് ടു ദ ലോർഡ്. അത് പ്രാക്ടിക്കലായിട്ട് മാറി കഴിയുമ്പം ട്രാൻസ്ഫോർമേറ്റീവ് വർഷിപ്പ് ഈസ് ട്രാൻസ്ഫോർമേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസ്ഫോംഡ് ആണ് ഇൻ ടു ദ ഇമേജ് ഓഫ് ക്രൈസ്റ്റ്. നമ്മുടെ മൈൻഡിന്റെ ആ വ്യത്യാസം, കർത്താവിന്റെ ആത്മാവിലേക്ക് നമ്മുടെ മനസ്സ് തിരിയും വർഷിപ്പ്. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ സഭയുടെ അടയാളങ്ങൾ എന്നുള്ള രീതിയിൽ പറയാനുള്ളത് കൊണ്ട് വർഷിപ്പിനെ കുറിച്ച് ഞാൻ തൽക്കാലം ഇവിടെ നിർത്തിയിട്ട് ഒരു ചെറിയ കാര്യം കൂടെ അതിൻ്റെ കൂടെ നമ്മൾ ഇതിനോട് അനുബന്ധമായിട്ട് പറഞ്ഞ് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കും. ഒരു ട്രൂ വർഷിപ്പ് പോലെ തന്നെ പ്രധാനമാണ് ഒരു ജെനുവിൻ ഡിസിപ്ലിനിങ് ഇൻ ദ ചർച്ച്. നമുക്കറിയാം, ഈ I2I പോലെയുള്ള ചാനലുകൾ ഉണ്ടായത് സഭയ്ക്കകത്ത് ഡിസിപ്ലിനിങ് ഇല്ലാത്തതുകൊണ്ടാണ്. ദൈവം മാത്രം മഹത്വപ്പെടുന്ന ഒരു സഭയിൽ നമ്മൾ ആരെയും ഭയപ്പെടേണ്ടതില്ല. എന്നെക്കുറിച്ച് അവരെന്ത് വിചാരിക്കുമെന്ന് ഉപദേശിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം മഹത്വം ദൈവത്തിന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഏത് സമയത്തും തിരുത്തപ്പെടാൻ പറ്റുന്നവരായിരിക്കണം. ഒരു മൂപ്പന്മാരുടെ സംഘം തീർച്ചയായിട്ടും സഭയിലെ ഡിസിപ്ലിൻ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നത് എങ്ങനെ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ആന്ധ്രാപ്രദേശിലെ ശുശ്രൂഷയിൽ ഇരിക്കുന്ന സമയത്ത് ഓങ്കോളിൽ ഞങ്ങൾക്ക് ഒരു ചർച്ച ഉണ്ട്. ഈ ചർച്ചിലെ എൽഡേഴ്സ് ഉണ്ട്. എൻ്റെ ഒരു ചിന്ത, ഒരു ചർച്ച ഉണ്ടാണെങ്കിൽ ഒരു ഇടയൻ മാത്രം പോരാ, ഒരു മൂപ്പന്മാരുടെ സംഘം ഉണ്ട്. എങ്കിൽ മാത്രമേ അത് ഒരു ചർച്ച ആവുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ദൈവം അങ്ങനെയാണ് ഇത് പണിയുന്നത്, പല കൃപാവരങ്ങളാണ്. അപ്പോൾ ഒരു ദിവസം ഞാനും അവിടെയുള്ളൊരു, ഞങ്ങൾ രണ്ടുപേരുമാണ് അവിടുത്തെ മെയിൻ ടീച്ചേഴ്സ് ഈ ചർച്ചിലെ. ഞങ്ങൾ തമ്മിലൊരു തർക്കം ഉണ്ടായി. തർക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകൾ വചനം ശുശ്രൂഷിക്കുന്നത് ശരിയാണോ അല്ലയോ. അപ്പൊ ഞാൻ അതിന് ഒബ്ജക്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു, ഐ ഗോ വിത്ത് പോൾ. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞ പോലെ പൗലോസ് പറഞ്ഞു, എന്നേക്കാൾ വിവരം പൗലോസിനായതുകൊണ്ട് ഐ എഗ്രി വിത്ത് ദാറ്റ്. പുള്ളി സമ്മതിച്ചില്ല. പുള്ളി പറഞ്ഞു, അതൊരു പഴയ ചിന്താഗതിയാണ്, നമ്മൾ പുതിയ ആൾക്കാരായി മാറിയില്ലേ,
നമുക്ക് അങ്ങനെ പഴയ മാമൂലുകളൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു മാമൂലായാലും എന്തായാലും ബൈബിൾ ഈസ് ബൈബിൾ. അവസാനം തർക്കമായി. ഈ തർക്കമായി കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചായ കുടിക്കാനിരുന്നാലും ഇതായിരിക്കും സംസാര വിഷയം. എന്ത് പ്രസംഗിച്ചാലും ആര് പ്രസംഗിച്ചാലും അവസാനം ഇവിടെ വരും. ചർച്ചിലെ ആൾക്കാർ മടുത്തു. എപ്പോൾ സംസാരിക്കാനിരുന്നില്ല ഇതാ വിഷയം. ഈ ഒരു വിഷയം കൊണ്ട് ജീവിക്കാൻ പറ്റുമോ? ഇപ്പൊ ചർച്ചിലെ മറ്റ് 2-3 സഹോദരന്മാര് അവർ 25 വയസ്സ് 28 വയസ്സൊക്കെയുള്ള യൗവനക്കാരാ, നല്ല ശുശ്രൂഷകാരാണ്. ഇപ്പോഴും അവരവിടെ ചർച്ചിൽ ശുശ്രൂഷിക്കുന്നുണ്ട്. അവര് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇത്തിരിയുടെ സീനിയേഴ്സാണ്, ഞങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി ഞങ്ങൾ നിങ്ങളോട് പറയുന്നവരെയും നിങ്ങൾ സഭയിൽ ഒന്നും മിണ്ടാൻ പാടില്ല. ചർച്ച തുടങ്ങിയ ആശാന്മാരോടാണ് പിള്ളേർ കളിക്കുന്നത്. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം, കാരണം ദേ ആർ മെച്ചുവേർഡ് എന്നതിനർത്ഥം. ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ. ഇവർ ഒരാഴ്ചയല്ല 2 ആഴ്ചയല്ല 3 ആഴ്ചയല്ല 4 ആഴ്ചയായിട്ട് നമ്മുടെ സസ്പെൻഷൻ റിവോക്ക് ചെയ്യുന്നില്ല. ഞങ്ങൾ പോയി ഇരിക്കുന്നു, അവർ പ്രസംഗിക്കുന്നു, ഞങ്ങൾ കേൾക്കുന്നു. 6ാമത്തെ ആഴ്ചയാണ് ഈ പിള്ളേരെന്ന് പറയുന്നത്, ഞങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ചു, പല ദേവദാസന്മാരോട് സംസാരിച്ചു, ഇതാണ് ഞങ്ങളുടെ തീരുമാനം. ഇതാണ് ചർച്ചിന്റെ അധികാരം എന്ന് പറയുന്നത്. അവർക്ക് എന്നോടുള്ള ബഹുമാനം കുറഞ്ഞോ? ഒന്നുമില്ല, ഇപ്പോഴും ഭയങ്കര സ്നേഹമാണ്. കാരണം കൃപാവരമാണ് നമ്മളെല്ലാം ശുശ്രൂഷയിൽ പ്രവേശിപ്പിക്കുന്നത്, അല്ലാതെ ആരുടെയും ദാനമല്ല. ഇത് ദൈവത്തിന്റെ ദാനമാണ് നമ്മുടെ ശുശ്രൂഷകൾ. അതിനെ ടച്ച് ചെയ്യാൻ ആരെയെ കൊണ്ടും പറ്റത്തില്ല. അതുകൊണ്ട് എന്താ, നമുക്ക് സബ്മിറ്റഡ് ആയിരിക്കാൻ നമ്മൾ പഠിക്കും, തിരുത്തപ്പെടാൻ പഠിക്കും. തിരുത്താൻ കഴിവുള്ളവർക്കാണ്, തിരുത്താൻ കഴിവുള്ളവർ സ്വയം തിരുത്തപ്പെടാനും തയ്യാറായിരിക്കും. അങ്ങനെ പരസ്പരം ഹംബിൾ ആകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശരിക്കും നമുക്ക് വളരാൻ പറ്റുള്ളൂ, എനിക്ക് വളരാൻ പറ്റുള്ളൂ. എനിക്ക് ഡിസിപ്ലിൻ സ്വീകരിക്കുക എന്നുള്ളൊരു കടമ കൂടിയുണ്ട്. അത് വേറൊരു രീതിയിൽ നമ്മൾ ഇങ്ങനെ അങ്ങനെ പറയാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും പ്രാക്ടിക്കലായിട്ട് നിങ്ങളൊക്കെ ഇത് എങ്ങനെ മനസ്സിലാക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇതാണ് വേദപുസ്തകത്തിൽ നമ്മൾ കാണും. പത്രോസിനെ ശാസിക്കാൻ പൗലോസിന് ഒരു പ്രയാസവുമില്ല. പൗലോസിനോട് ഒബ്ജക്ട് ചെയ്യാനും ആർക്കും ഒരു പ്രയാസമില്ല. എത്ര പേരാണ് പൗലോസിനെ എതിർത്തോണ്ടിരുന്നറിയോ? അവസാനം പൗലോസ് പറയുന്നുണ്ട്, ഏഷ്യയിലുള്ള എല്ലാവരും എന്നെ വിട്ടുപോയി. കാരണം ഇവിടെ ആരും അയ്യോ അഭിഷിക്തനല്ലേ, തൊടല്ലേ, അങ്ങനൊന്നും അല്ല ഇരുന്നത്. ദേ ഒബ്ജക്റ്റഡ്, ദേ ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. എന്താ ഇങ്ങനെ ചോദിക്കുമായിരുന്നു. അതാണ് സഭ കൊടുത്ത ഫ്രീഡം അന്നും ഇന്നും. പക്ഷെ ശുശ്രൂഷകൾ ദൈവം തരുന്നതാണ്. അപ്പോൾ പത്രോസിനെ ശാസിക്കാൻ പൗലോസിന് ഒരു പ്രയാസമില്ല. കാരണം പത്രോസിന് എന്ത് പ്രയാസമില്ല. കാരണം ഇഫ് ഐ ആം ഇൻ ദ റോങ് ഐ ഷുഡ് ബി കറക്റ്റ്. ഇത് ഓപ്പൺ ആയിട്ട് നമുക്ക് ആളുകളുടെ മുമ്പിൽ ജീവിക്കാൻ, ഒന്നും മറയ്ക്കാനില്ലാത്ത പോലെ ജീവിക്കാൻ, അവരാൽ തിരുത്തപ്പെടാൻ, അവരുടെ മുമ്പിൽ ജീവിക്കുവാൻ ഓരോ ശുശ്രൂഷകനും ബാധ്യതയുണ്ട്. നമ്മൾ പറയുന്നത് അവർ കേൾക്കുന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ആൻഡ് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് അനലൈസ് ഹൗ പീപ്പിൾ ആർ ഇവാലുവേറ്റിംഗ് അസ്. അത് വളരെ പ്രധാനമാണ് സഭയുടെ സാക്ഷ്യത്തിന്. ഇല്ലെങ്കിൽ നാട്ടുകാര് വീഡിയോയിലൂടെ വരും, നമ്മൾ മറച്ചു വെച്ചതെല്ലാം അവർ പുറപ്പുറത്ത് കയറി ഘോഷിക്കും. അതങ്ങനെ ആകേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ആകേണ്ടത് ആവശ്യമാണ്. കാരണം അതങ്ങനെ ദാറ്റ്സ് ദ സിറ്റുവേഷൻ. അതേസമയത്ത് സഭയ്ക്കകത്ത് തന്നെ ഡിസിപ്ലിൻ നടക്കുകയാണെങ്കിൽ എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇത് ഓരോ ചർച്ചകളും ചിന്തിക്കേണ്ട കാര്യമാണ് ഞാൻ വിചാരിക്കുന്നു. എ ചർച്ച് ഹാസ് ദ അതോറിറ്റി ടു ടേക്ക് ഡിസിപ്ലിനറി ആക്ഷൻ. അത് അവരെ പരിജ്ഞാനത്തിലൂടെ അത് ചെയ്യുവാൻ, സ്നേഹത്തിൽ അത് ചെയ്യുവാൻ. പിന്നെ ഒരു കാര്യം ഇതിനകത്ത് ഓർപ്പിക്കേണ്ട കാര്യം, അതാ നാളെ തൊട്ട് ഞങ്ങളുടെ പാസ്റ്റർ ഡിസിപ്ലിൻ ചെയ്യാൻ പോകും, അങ്ങനെ പറഞ്ഞുകൊണ്ട് ആരും ഇറങ്ങി തിരിക്കരുത്. ദാറ്റ് ഈസ് നോട്ട് ഹൗ ഇറ്റ് ഈസ് ഡൺ. ആ മനുഷ്യനോടുള്ള ആത്മാർത്ഥമായ സ്നേഹത്തിൽ നിന്ന്, പേഴ്സണൽ സ്നേഹത്തിൽ നിന്ന്, വ്യക്തിപരമായ അടുപ്പത്തിൽ നിന്ന് വേണം ഇത് സംസാരിക്കുവാൻ. തന്നെയുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊന്നും ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് പറയുന്നത് സാധ്യമല്ല. ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ വർഷിപ്പിംഗ് ആൾക്കാരായിരിക്കണം. കാരണം ഞാനൊന്നും അല്ല എന്ന് മനസ്സിലായിട്ട് വേണം ഞാൻ വേറെ ആളുടെ സംസാരിക്കാൻ ചെല്ലാൻ. എനിക്ക് ഒരു ഗ്ലോറിയും ഇല്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടെങ്കിലേ ഞാൻ വേറൊരാളെ തിരുത്താൻ പാടുള്ളൂ. കാരണം ഞാനും അവനും ഒരുപോലെയാണ് ദൈവത്തിന് മുമ്പിൽ. ഒരിക്കലും ഒരു ഹയർ മോറൽ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് വേറൊരാളെ തിരുത്താൻ ശ്രമിക്കരുത്. കാരണം നമുക്ക് അങ്ങനെ ഹയർ മോറൽ ഗ്രൗണ്ട് ഇല്ല. നമുക്ക് ക്രിസ്തു മാത്രമേ ഉള്ളൂ നമ്മുടെ മൊറാലിറ്റി. ഹീ ഈസ് അവർ മൊറാലിറ്റി. ആ ഒരു ഹംബിൾനെസ്സോട് കൂടിയേ ആരുമായിട്ട് സംസാരിക്കാവൂ, ഡിസിപ്ലിനിങ് ആണെങ്കിലും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ചർച്ചിനകത്ത് തന്നെ ഒരു ഡിസിപ്ലിൻ
ഡിസിപ്ലിനറി സിസ്റ്റം. അതെല്ലാവർക്കും പാസ്റ്ററുടെ കാര്യം മാത്രമല്ല, ഓരോ വിശ്വാസിക്കും ആപ്ലിക്കബിൾ ആകുന്ന ഒരു ഡിസിപ്ലിനറി സിസ്റ്റം ഒരു സഭയിൽ ഉണ്ട്. തിരുത്തപ്പെടുകയും ശാസിക്കപ്പെടുകയും. ഇപ്പൊ സഭയിൽ പരസ്യമായിട്ട് ശാസിക്കപ്പെട്ട നിങ്ങൾ ഒട്ടും ലജ്ജിക്കരുത്. ആത്മാവുള്ളിടത്ത് എന്തുണ്ട്? സ്വാതന്ത്ര്യമുണ്ട്. ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. സ്നേഹത്തിന്റെ സ്വാതന്ത്ര്യം എല്ലാ സഭകളിലും ഉണ്ടാകണം. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ അടിസ്ഥാന വേദോപദേശങ്ങളിൽ നിശ്ചയമുള്ളവരല്ലെങ്കിൽ ഇതെല്ലാം പൊളിഞ്ഞു പോകും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, കൃപാവരങ്ങളുടെ കാര്യമായാലും വർഷിപ്പിന്റെ കാര്യമായാലും ഡിസിപ്ലിനിങ്ങിന്റെ കാര്യമായാലും, അടിസ്ഥാനമായി നമ്മൾ അപ്പോസ്തലിക ഉപദേശത്തിന്മേൽ പണിയപ്പെടുന്നില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. അപ്പോൾ ഈ ഒരു കാര്യവും കൂടെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ അടയാളങ്ങൾ എന്നുള്ള വിഷയം, ഒരു പെർഫെക്റ്റ് ചർച്ച്, ഒരു പ്യുവർ ചർച്ച് എങ്ങനെ ദൈവത്തിന് മുമ്പിൽ ഫങ്ഷൻ ചെയ്യുന്നുള്ളതിന്റെ അടയാളങ്ങളുടെ 3ാമത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു.